السلام عليكم ورحمة الله وبركاته. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഇരുത്തത്തെ കബൂലാക്കുമാറാകട്ടെ. ഖുർആനിൻ്റെ തിലാവത്തിനെയും അതിൻ്റെ ഖത്മിനെയും അല്ലാഹു സാലിഹായ അമലായി നമ്മളിൽ നിന്നും സ്വീകരിക്കുമാറാകട്ടെ. നമ്മളെ ടി.പി. അലി സാഹിബ് പറഞ്ഞതുപോലെ പരിശുദ്ധ ഖുർആനുമായിട്ട് നമുക്ക് എപ്പോഴും ഒരു ബന്ധം ഉണ്ടാവണം. ഖുർആനിൻ്റെ അഖിലുകാരായി നമ്മൾ മാറണം. അതുകൊണ്ട് ഖുർആൻ എല്ലാം മനസ്സിലാക്കി അറിഞ്ഞതിന് ശേഷം ഓതി തുടങ്ങാമെന്ന് വിചാരിച്ചാൽ മരണം വരെ ഒരാൾക്കും ഖുർആൻ ഓതാൻ കഴിയൂല. ഹദീസിൽ കാണാൻ കഴിയും, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അൽ മാഹിറു ബിൽ ഖുർആൻ മഅസ്സഫറത്തിൽ കിറാമിൽ ബററ. ഖുർആൻ ഓതുന്നതിൽ നൈപുണ്യം നേടിയവൻ, കഴിവ് തെളിയിച്ചവൻ, അവൻ ഉന്നതരും ആദരിക്കപ്പെടുന്നവരുമായ സന്ദേശവാഹകരായ മലക്കുകളുടെ കൂട്ടത്തിലായി. വല്ലദീ യഖറഉൽ ഖുർആന വയതതഅതഉ ഫീഹി വഹുവ ഷാഖുൻ അലൈഹി. ഖുർആൻ ഓതുന്നുണ്ട്, പക്ഷേ അതിൻ്റെ അക്ഷരങ്ങൾ ശരിയായ നിലയിൽ പിടുത്തല്ലാത്തതിൻ്റെ പേരിൽ, അല്ലെങ്കിൽ നേരത്തെ ടിഫ്സൈബ് പറഞ്ഞതുപോലെ തജ്വീദിൻ്റെ നിയമങ്ങൾ വലിയ പിടുത്തല്ലാത്തതിൻ്റെ പേരിൽ വിക്കി പ്രയാസപ്പെട്ട് ബുദ്ധിമുട്ടോടുകൂടി ഓതുകയും ചെയ്യുന്ന ഒരാൾ ലഹു അജ്റാൻ. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അയാൾക്ക് 2 പ്രതിഫലമുണ്ട്. വളരെ പ്രയാസപ്പെട്ട് ബുദ്ധിമുട്ട് ഓതുന്ന ആൾക്കും 2 പ്രതിഫലമുണ്ട്. 1 ഓതുന്നതിൻ്റെ പ്രതിഫലം, 2 അവൻ അനുഭവിക്കുന്ന ആ പ്രയാസങ്ങളുടെ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകളുടെ പ്രതിഫലം. അതുകൊണ്ട് ഓതുന്നത് വളരെ പുണ്യമുള്ള കാര്യമാണ്. അതിൻ്റെ ബറക്കത്തും അതിൻ്റെ ഖൈറും അതിലൂടെ നമ്മുടെ ജീവിതത്തിലുണ്ടാവും. അതുകൊണ്ടെല്ലാം പഠിച്ചിട്ടും അറിഞ്ഞിട്ടും മനസ്സിലാക്കിയിട്ടും അതിനുശേഷം ഓതാന്നും തരുത്, നമ്മളൊരിക്കലും തീരുമാനമെടുക്കരുത്. അതുകൊണ്ട് നമുക്ക് മുമ്പിലൊരു പരിഹാരമുണ്ട്. അള്ളാഹു ഇങ്ങനെ ഒരു പള്ളി, എല്ലാ നിലക്കും നമുക്ക് സ്വാതന്ത്ര്യമുള്ള ഒരു പള്ളി ഒരുക്കി തന്നു. പള്ളിൻ്റെ കീഴിൽ എല്ലാ ദിവസവും രാവിലെ സുബഹിക്ക് ശേഷം ഖുർആൻ പഠിക്കാനും മനസ്സിലാക്കാനുള്ള അവസരവും അതിൻ്റെ സദസ്സൊക്കെ അവിടെ നടക്കുന്നുണ്ട്. അതുകൊണ്ട് ഇതുവരെ അതിനെക്കുറിച്ചിട്ട് ആരെങ്കിലും അറിഞ്ഞിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ ചിന്തിച്ചിട്ടില്ലെങ്കിൽ ഇനി മുതൽ എന്ത് ചെയ്യണം? ഇൻഷാ അല്ലാഹ് ആ കാര്യത്തിൽ നമുക്ക് നല്ലൊരു ചിന്തയും അതിനു വേണ്ട ഒരു പരിശ്രമവും നമ്മളെ ഭാഗത്തുനിന്നുണ്ടാകും. തയ്യാറെല്ലാവരും ഇൻഷാ അല്ലാഹ്. അപ്പോൾ പുതിയ ഖത്മിൻ്റെ എന്ന് പറഞ്ഞാൽ 4ാമത്തെ ഖുർആനിൻ്റെ ഖത്മിൻ്റെ തുടക്കം ഒന്ന് ഓതി വെച്ചിട്ട് നമുക്ക് ഇൻഷാ അല്ലാഹ് തഫ്സീറിലേക്ക് കടക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അർറഹ്മാനിർ റഹീം. മാലികി യൗമിദ്ദീൻ. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم. صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. بسم الله الرحمن الرحيم. ألف لام ميم. ذلك الكتاب لا ريب فيه هدى للمتقين الذين يؤمنون بالغيب ويقيمون الصلاة ومما رزقناهم ينفقون والذين يؤمنون بما أنزل إليك وما أنزل من قبلك وبالآخرة هم يوقنون أولئك على هدى من ربهم وأولئك هم المفلحون.
സദഖല്ലാഹുൽ അദീം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിനെ ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റാനും ആവർത്തിച്ച് ഖുർആനിനെ ഓതാനും ഖുർആനിന്റെ ആശയങ്ങളും പഠിച്ച് മനസ്സിലാക്കി അതിനനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്താനും നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇനി നമുക്ക് തഫ്സീറിലേക്ക് കടക്കാം. അൽഹംദുലില്ലാഹി നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുദില്ല ലഹു വമൻ യുദ്ലിൽഹു ഫലാ ഹാദിയ ലഹു ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي وما توفيقي إلا بالله عليه توكلت وإليه أنيب. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഒരുമിച്ച് കൂടെല്ലാം കബൂലാക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ ഇന്നേ വരെ അറിഞ്ഞോ അറിയാതെയോ പലപ്പോഴായി സംഭവിച്ചു പോയിട്ടുള്ള മുഴുവൻ തിന്മകളും തെറ്റുകുറ്റങ്ങളും പടച്ചവൻ അവന്റെ മഹ്ള ഫദ്ല് കൊണ്ട് മാപ്പാക്കി തരുമാറാകട്ടെ. ഇനി അങ്ങോട്ട് ശേഷിക്കുന്ന ജീവിതം പരിപൂർണമായും പടച്ചവന്റെ തൃപ്തിയിലായി പൊരുത്തത്തിലായി കഴിച്ചുകൂട്ടാനുള്ള തൗഫീഖും അവൻ നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധ ഖുർആനിന്റെ പേരിലുള്ള നമ്മുടെ ഈ കൂടലും ഖുർആനിന് വേണ്ടി നമ്മൾ നടത്തുന്ന ചെറിയ രീതിയിലുള്ള അധ്വാനങ്ങളും പരിശ്രമങ്ങളും ഒക്കെ നാളത്തെ ആഖിറത്തിന് വേണ്ടി അള്ളാഹു നമ്മളിൽ നിന്നും സാലിഹായ മഖ്ബൂലായ അമലായി സ്വീകരിക്കുമാറാകട്ടെ. ഒന്നുകൂടി ചേർന്നിരുന്നാൽ വലിയ ഉപകാരം. വലിയ ബുദ്ധിമുട്ടും പ്രയാസമൊന്നും ഇല്ലാത്തവർ ചാരിക്കുന്നവരവിടെ ഇരുന്നോളി കേട്ടോ. ബുദ്ധിമുട്ടും പ്രയാസമുള്ളവർ ഇരിക്കുന്നവിടത്ത് ഇരുന്നോളി. അല്ലാത്തവർ ബുദ്ധിമുട്ടില്ലാത്തവരടുത്തിരുന്നാൽ കാര്യങ്ങൾ പറയാനും ഉൾക്കൊള്ളാനൊക്കെ വളരെ എളുപ്പവും. അതാണ് ദീനിയായ സദസ്സിന്റെ ഭംഗി, ദീനിയായ സദസ്സിന്റെ മര്യാദയും ഉസൂലൊക്കെ അതാണ്. അല്ലാഹു തആല കാര്യങ്ങൾ മനസ്സിലാക്കാനും അമൽ ചെയ്യാനും നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മൾ അവസാനമായിട്ട് ഏകദേശം 1.5 മാസം കഴിഞ്ഞു അല്ലേ? അതിൻ്റെ ഇടക്ക് ഏത് സൂറത്ത് എടുത്തിരുന്നാവോ? ഓർമ്മണ്ടോ? ഖിയാമേ അല്ലേ? സൂറത്തുൽ ഖിയാമ അത് പൂർത്തിയായോ? ഫുള്ളായിട്ട് എടുത്തോ? ഇല്ലല്ലേ? ഇൻഷാ അല്ലാഹ് അത് നമുക്കിനി കുറച്ച് കഴിയുമ്പോൾ ഇൻഷാ അല്ലാഹ് അങ്ങോട്ട് എത്തണം. നമ്മൾ 1.5 മാസം മുമ്പ് അവസാനം ഓതി നിർത്തിയ സൂറത്ത് ഖുർആനിന്റെ ഏറ്റവും അവസാനത്തെ 10 സൂറത്തുകളാണ് നമ്മൾ വിശദീകരിച്ചു വരുന്നത്. അതിൽ അവസാനം ഓതി വെച്ച സൂറത്ത് ഏതാണ്? ഓർമ്മയുണ്ടോ? തബത്തെത്തിയോ? അങ്ങോട്ടെത്തിയില്ല. സൂറത്തുൽ കൗസർ ആണ് ഓതി തീർത്തത്. ഇന്ന അഅ്തൈനാക്കൽ കൗസർ എന്ന് തുടങ്ങുന്ന 3 ആയത്തുകളുള്ള സൂറത്തുൽ കൗസർ ആണ് പൂർത്തിയായത്. ഇനി നമുക്ക് അടുത്തതായി ഓതാനുള്ള സൂറത്ത് ഏതാണ്? സൂറത്തുൽ കാഫിറൂൻ. അപ്പോൾ ഒന്ന് തുടക്കുന്ന നിലയിൽ ഒരായത്തുകൾ ഓതിത്തരാൻ നിങ്ങളൊന്ന് കേട്ടിട്ട് ഓതി ഇൻഷാ അല്ലാഹ്. എന്നിട്ട് നമുക്ക് തഫ്സീറിലേക്ക് കടക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ لا أعبد ما تعبدون ولا أنتم عابدون ما
أعبد ولا أنا عابد ما عبدتم ولا أنتم عابدون ما أعبد لكم دينكم ولي دين. صدق الله العظيم. സൂറത്തുൽ കാഫിറൂൻ മക്കയിൽ അവതരിച്ച സൂറത്താണ്. 6 ആയത്തുകളാണ് ഈ സൂറത്തിലുള്ളത്. ഓർമ്മയിൽ വെക്കണം കേട്ടോ. എവിടെ ഇറങ്ങിയത്? നമ്മളിത് വെറുതെ ഇങ്ങനെ പറഞ്ഞ് സമയം തീർക്കലായി മാറരുത്. നമുക്ക് ഇതിന്ന് എന്ത് ചെയ്യണം? ഉപകാരം കിട്ടണം. ഖുർആനുമായിട്ട് അള്ളാഹു നമ്മളോട് പറയുന്ന കാര്യങ്ങൾ എന്താണ് എന്നതിനെ കുറിച്ചിട്ട് നമുക്കൊരു തിരിച്ചറിവും ബോധവും ഉണ്ടാവും. മക്കയിലാണ് അവതരിച്ചത്. സൂറത്തിന്റെ പേര് കാഫിറൂൻ എന്നാണ്. 6 ആയത്തുകളാണ് ഉള്ളത്. വളരെ പ്രധാനപ്പെട്ട ഒരു സൂറത്താണ്. ഈ സൂറത്തിന്റെ മഹത്വത്തെ പറ്റി അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹദീസിൽ കൂടി പഠിപ്പിച്ചു. ഈ സൂറത്തിന്റെ മഹത്വം ഇമാം തിർമിദി റഹ്മത്തുള്ളാഹി അലൈഹി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാൻ കഴിയും. ഖുൽ ഹുവല്ലാഹു അഹദ് തഅദിലു സുലുസൽ ഖുർആൻ. ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന് പറഞ്ഞു തുടങ്ങുന്ന സൂറത്തുൽ ഇഖ്ലാസ് ഖുർആനിന്റെ 1/3 തുല്യമാണ്. അതുപോലെ വഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ, ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ എന്ന് തുടങ്ങുന്ന സൂറത്തുൽ കാഫിറൂൻ തഅദിലു റുബ്അൽ ഖുർആൻ, ഖുർആനിന്റെ 4/1 തുല്യമാണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച പ്രധാനപ്പെട്ട ഹദീസാണ്. എന്താ പറഞ്ഞത്? സൂറത്ത് ഇഖ്ലാസ് മനപ്പാടല്ലേ? ഖുർആനിന്റെ 1/3 തുല്യമാണ്. സൂറത്തുൽ കാഫിറൂൻ മനപ്പാടുണ്ട്. പണ്ട് മുതലേ നമ്മൾ മനസ്സിലാക്കി വെച്ച സൂറത്താണ്. ഖുർആനിന്റെ 4/1 തുല്യമാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ ചുരുക്കം എന്താണ്? 4 പ്രാവശ്യം സൂറത്തുൽ കാഫിറൂൻ ഒരാൾ ഓതിയാൽ ഖുർആൻ അയാൾ ഖത്മ് തീർത്തതുപോലെയായി. ഖത്മ് തീർത്തു എന്നല്ല കേട്ടോ. ഇനി എന്തെയ്യരുത്? നാളെ മുതൽ മാറിയിരുന്നിട്ട് കാഫിറൂൻ 4 പ്രാവശ്യം എഴുതിയിട്ട് ഞാൻ ദിവസവും 40-50 50 വട്ടം ഖുർആൻ ഖത്മ് തീർക്കുന്നുണ്ടെന്ന് എന്തെയ്യരുത്? പ്രസംഗിക്കരുത്. അത് ആ രീതിയിൽ ഓതാൻ വേണ്ടി ഒരു പ്രചോദനം അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രേരണ എന്ന നിലക്കല്ല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. പിന്നെയോ ഈ സൂറത്തിന് അത്രത്തോളം മഹത്വമുണ്ട്. ആ മഹത്വത്തെ മനസ്സിലാക്കി ജീവിതത്തിൽ പതിവാക്കേണ്ട ഒരു സൂറത്ത് എന്ന നിലയിലാണ് ഖുർആനിന്റെ 4/1 എന്ന് പറഞ്ഞത്. ഖുർആനിന്റെ ഖത്ം തീർത്തു എന്ന് പറയണമെങ്കിൽ അത് തുടക്കം മുതൽ ഒടുക്കം വരെ ഇരുന്നെന്നെ ഓതണം. പക്ഷെ ഈ സൂറത്തിന് ഇത്രത്തോളം മഹത്വമുള്ളതുകൊണ്ട് പറഞ്ഞത് 4 പ്രാവശ്യം ഓതിയാൽ ഏകദേശം ഖത്ം തീർത്തതുപോലത്തെ പ്രതിഫലമൊക്കെ എന്ത് ചെയ്യും? കിട്ടും. അതിനേക്കാൾ കുറച്ചും കൂടി ദർജ കൂടുതലാണ് ഏത് സൂറത്തിന്? സൂറത്തുൽ ഇഖ്ലാസ് 3/1. അപ്പോ 3 പ്രാവശ്യം സൂറത്ത് ഇഖ്ലാസ് ഓതിയാൽ ഖുർആൻ ഖത്ം തീർത്തതുപോലെയായി. അള്ളാഹു നമുക്ക് അമൽ ചെയ്യാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. ഈ 2 സൂറത്തും ഒരു മുഅ്മിനിന്റെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ വേർപെടുത്താൻ പറ്റാത്ത പ്രാധാന്യമുള്ള മഹത്വമുള്ള സൂറത്താണ്. ഹദീസുകളിൽ കൂടി അതിന്റെ മഹത്വത്തെപ്പറ്റി നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൽ ഇത് പതിവാക്കിയിരുന്നു എന്ന് സഹാബാക്കൾ ഹദീസുകളിലൂടെ പഠിപ്പിക്കുന്നതായിട്ട് കാണാൻ കഴിയും. ഈ 2 സൂറത്തും ചില നമസ്കാരങ്ങളിൽ ഓതൽ പ്രധാനപ്പെട്ട സുന്നത്താണ്. ഇപ്പൊ നമ്മൾ മഗ്രിബ് നിസ്കരിച്ചു അല്ലേ? മഗ്രിബ് നിസ്കരിച്ചു കഴിഞ്ഞാൽ ശേഷമുള്ള 2 റക്അത്ത് സുന്നത്ത് നിസ്കാരമുണ്ട്. അത് റവാത്തിബ് സുന്നത്തിൽപ്പെട്ടതാണ്. സാധാ ഒരു സുന്നത്തല്ല. പിന്നെയോ റവാത്തിബ് സുന്നത്താണ്. എന്ന് പറഞ്ഞാൽ വളരെ പ്രാധാന്യത്തോടുകൂടി ഒഴിവാക്കാൻ പാടില്ലാത്ത തരത്തിൽ നമ്മുടെ ജീവിതത്തിൽ പതിവാക്കേണ്ട 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം. ഹദീസിൽ കാണാൻ കഴിയും മഗ്രിബിന്റെ 2 റക്അത്തിൽ എന്ന് പറഞ്ഞാൽ 2 റക്അത്ത് സുന്നത്ത് നമസ്കാരത്തിൽ സാധാരണ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓതാറുണ്ടായിരുന്നത് ആദ്യത്തെ റക്അത്തിൽ സൂറത്തുൽ കാഫിറൂനും രണ്ടാമത്തെ റക്അത്തിൽ സൂറത്തുൽ ഇഖ്ലാസുമായിരുന്നു. അല്ലാഹു തആല അമൽ ചെയ്യാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. ഇൽമു മനസ്സിലായി. ഇനി എന്ത് ചെയ്യണം?
അമൽ ചെയ്യണം. നാളെ മഗ്‌രിബോടുകൂടി ചെയ്യും ഇൻഷാ അല്ലാഹ്. സുന്നത്താണ്, പതിവാക്കണം. ആഗ്രഹിച്ച് പ്രതിഫലം കാംക്ഷിച്ച് ചെയ്യണം, അപ്പോഴാണ് കിട്ടുക. രണ്ടാമത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യാത്രയിൽ പോലും ഒഴിവാക്കാത്ത, അല്ലെങ്കിൽ തങ്ങൾ അത്രത്തോളം പ്രാധാന്യത്തോടുകൂടി മുറുകെ പിടിച്ച ഒരു 2 റക്അത്ത് സുന്നത്തുണ്ട്. അതേതാണ്? ഫജ്റിന്റെ മുമ്പ്, സുബഹിക്ക് മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത്. യാത്ര പലപ്പോഴും ബുദ്ധിമുട്ടുള്ളതാവും, പ്രയാസങ്ങളുണ്ടാവും. സുന്നത്തുകൾ ഒഴിവാക്കാൻ നമുക്ക് ഇളവുകളുണ്ട്, വിടുതികളുണ്ട്. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യാത്രയിൽ പോലും ഒഴിവാക്കാത്ത 2 റക്അത്ത് ഉണ്ടെങ്കിൽ അതേതാണ്? സുബഹിക്ക് മുമ്പുള്ള 2 റക്അത്താണ്. ഈ 2 റക്അത്തുകളിൽ ആദ്യത്തേതിൽ ഫാത്തിഹ കഴിഞ്ഞാൽ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം സാധാരണ ഓതാറുണ്ടായിരുന്നത് ഒന്നാമത്തേത് സൂറത്തുൽ കാഫിറൂനും രണ്ടാമത്തെ റക്അത്തിൽ സൂറത്തുൽ ഇഖ്ലാസുമായിരുന്നു എന്ന് ഹദീസിൽ കാണാൻ കഴിയും. 2 പ്രാവശ്യം സുന്നത്തെടുക്കാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് തരാൻ. അമൽ ചെയ്യും ഇൻഷാ അല്ലാഹ്. നാളെ സുബഹി മുതൽ ഇപ്പൊ നീ മുമ്പുള്ള ആ 2 റക്അത്ത് ജീവിതത്തിൽ നിന്ന് ഒരിക്കലും എന്ത് ചെയ്യരുത്, നമ്മൾ വിടരുത്. അഥവാ എന്തെങ്കിലും കാരണം കൊണ്ട് നമുക്ക് സുബഹിക്ക് മുമ്പ് 2 റക്അത്ത് കിട്ടിയില്ല എന്ന് വെക്കിൻ, സുബഹി നിസ്കാരം അത്രയും പ്രാധാന്യമുള്ള സുന്നത്താണ്. 2 റക്അത്തിൽ ആദ്യത്തിൽ ഏത് ഓതണം? സൂറത്തുൽ കാഫിറൂൻ ഓതണം. രണ്ടാമത്തേതിൽ സൂറത്ത് ഇഖ്ലാസ് ഓതണം. ഇനിയുണ്ട്, നമ്മൾ ഹജ്ജിനൊക്കെ പോകുമ്പോൾ തവാഫ് കഴിഞ്ഞാൽ, തവാഫ് കഴിഞ്ഞ ഉടനെ 2 റക്അത്ത് സുന്നത്തുണ്ട്. ആ 2 റക്അത്ത് സുന്നത്തിൽ ആദ്യത്തേതിൽ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം സാധാരണ ഓതിയിരുന്നത് ഒന്ന് കാഫിറൂനും രണ്ടാമത്തെ റക്അത്തിൽ ഓതിയിരുന്നത് സൂറത്തുൽ ഇഖ്ലാസുമായിരുന്നു എന്ന് സഹാബാക്കൾ നമുക്ക് വിവരിച്ചു തരാണ്. 3 പ്രാവശ്യം സുന്നത്ത് നമസ്കാരങ്ങളിൽ നമുക്ക് ഈ സുന്നത്തിനെ അമൽ ചെയ്യാനുള്ള ഭാഗ്യം, അല്ലെങ്കിൽ ഉറങ്ങുന്ന ആളുകളാണ് അല്ലേ, അതിന് അതിൻ്റെതായ ഒരു സുന്നത്തായ ശൈലിയും രൂപമുണ്ട്. അതിനനുസരിച്ച് ഉറങ്ങിയാൽ അത് നമുക്ക് ഏറ്റവും വലിയ ഇബാദത്താണ്, പ്രതിഫലമുള്ള കാര്യമാണ്. നമ്മൾ ഉറക്കം എന്തായാലും നമ്മൾ അമൽ ചെയ്യും, ഉറക്കാരും ഒഴിവാക്കൂലല്ലോ. അതുകൊണ്ട് ഹദീസിൽ കാണാൻ കഴിയും, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറങ്ങുന്ന സമയത്ത് ചെല്ലുന്ന ദിക്റുകളുടെ കൂട്ടത്തിൽ, ഓതാറുണ്ടായിരുന്ന സൂറത്തുകളുടെ കൂട്ടത്തിൽ പ്രാധാന്യത്തോടുകൂടി ഓതിയിരുന്ന ഒരു സൂറത്താണ് സൂറത്തുൽ കാഫിറൂൻ. അവിടെയുണ്ട് സൂറത്തുൽ ഇഖ്ലാസ് കേട്ടോ. സൂറത്തുൽ ഇഖ്ലാസ് 3 പ്രാവശ്യം ഓതണം എന്നുള്ളത് വേറെ റിവായത്തിൽ കാണാൻ കഴിയും. ഈ ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും, നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉറങ്ങുന്നതിന്റെ മുമ്പായി ഓതാറുണ്ടായിരുന്ന ദിക്റുകളുടെ കൂട്ടത്തിൽ, സൂറത്തുകളുടെ കൂട്ടത്തിൽ ഏറ്റവും അവസാനം ഓതിയിരുന്നത് സൂറത്തുൽ കാഫിറൂൻ ആയിരുന്നു. എന്ന് പറഞ്ഞാൽ സൂറത്തുൽ കാഫിറൂൻ ഓതി കടന്ന പിന്നെ എന്ത് ചെയ്യരുത്, വർത്താനം പറയരുത്, അതും ഇതുമുള്ള പണികളൊന്നും എന്ത് ചെയ്യരുത്, ചെയ്യരുത്. കാഫിറൂനിന്മേൽ എന്ത് ചെയ്യണം, നമ്മുടെ ആ ഉറക്കത്തിന് മുമ്പുള്ള എല്ലാ അമലുകളും പൂർത്തിയായിരിക്കണം. അങ്ങനെ ഉറങ്ങണം. ഈ സൂറത്തിന്റെ മഹത്വത്തെ പറ്റി നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഇന്നഹു ബറാഅത്തും മിനശ് ശിർക്ക്, തീർച്ചയായും ഈ സൂറത്തിൽ ഷിർക്കിൽ നിന്നുള്ള ഒഴിവാകലുണ്ട്, ഷിർക്കിൽ നിന്നുള്ള ഒഴിവാകുന്നതിന്റെ പ്രഖ്യാപനമുണ്ട്. എന്ന് പറഞ്ഞാൽ ഈ സൂറത്ത് ഓതി ഒരാള് അങ്ങ് കടന്നുറങ്ങിയാൽ അയാൾ ശരിയായ തൗഹീദിലും ശരിയായ ഈമാനിലുമാണ് കടന്നുറങ്ങുന്നത് അല്ലേ. ഒരു പകലിന്റെ അവസാനം അല്ലെങ്കിൽ ഒരു ദിവസത്തിന്റെ അവസാനം. ഇനി നേരം വെളുത്ത് എണീക്കുമ്പോൾ 2 റക്അത്ത് നിസ്കരിക്കുമ്പോൾ അവിടെയും ഓതേണ്ടതാണ് സൂറത്തുൽ കാഫിറൂനാണ്. അപ്പോഴും ദിവസത്തെ തുടങ്ങുന്നതും ശരിയായ തൗഹീദിലും ഈമാനിലാണ്. പിന്നെ അവന്റെ ജീവിതം എന്താവില്ല, വ്യതിചലിക്കാൻ സാധ്യതകളൊന്നുമില്ല. അല്ലാഹു തആല ഈ മഹത്വത്തെ മനസ്സിലാക്കി അമൽ ചെയ്യാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇത് സുന്നത്തായ അമലുകളാണ് കേട്ടോ. പരസ്പരം ഇത് ഓർമ്മയുണ്ടാകണം, അങ്ങോട്ടും ഇങ്ങോട്ടും ഓർമ്മപ്പെടുത്തലുകൾ ഉണ്ടാകണം. ഇനി നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഇതെന്ത് ചെയ്യരുത്, നമ്മൾ വിട്ടുകളയരുത്. സുന്നത്തിനോടുള്ള മഹബത്തും സ്നേഹവും അമലുകളിലൂടെയാണ് എന്ത് ചെയ്യേണ്ടത്, ശരിയായ നിലയിൽ നമ്മൾ പ്രകടിപ്പിക്കേണ്ടത്. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. ഈ സൂറത്ത് 6 ആയത്തുകളാണ്. ആ 6 ആയത്തുകളെ അർത്ഥം ആദ്യം ഒന്ന് പറയാം. ഒന്നാമത്തത്, ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ, നബിയേ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയിൻ. എന്താ പറയേണ്ടത്? യാ അയ്യുഹൽ കാഫിറൂൻ, അല്ലയോ അവിശ്വസിച്ച നിഷേധിച്ചവരായ ആളുകളെ, കാഫിരീങ്ങളെ എന്നാണ്. മനസ്സിലായോ? കുഫർ, കാഫിർ, കാഫിരി എന്ന് പറഞ്ഞാൽ നിഷേധികളായ, സത്യത്തെ തള്ളിക്കളഞ്ഞവരായ കാഫിരീങ്ങളെ. ഇനി കുറച്ച് കാര്യങ്ങൾ പറയാൻ പോവുകയാണ്. ഒരു മുസ്ലിമിന്റെ അല്ലെങ്കിൽ ഒരു മുഅ്മിനിന്റെ നിലപാട് പ്രഖ്യാപനം ഇങ്ങനെയാണ്. അല്ലാഹു നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊണ്ട് പറയിപ്പിച്ചു. ആദ്യത്തേത്, ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ,
നിങ്ങൾ ആരാധിക്കുന്നതിനെ ഞാൻ ആരാധിക്കുകയില്ല. മനസ്സിലായോ? നിങ്ങൾ ആരാധിക്കുന്നതിനെ ഞാൻ ആരാധിക്കുകയില്ല എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഇബാദത്ത് വേറെയാണ്, എന്റെ ഇബാദത്ത് വേറെയാണ്. കലർത്താൻ പറ്റൂല, കൂട്ടിച്ചേർക്കാൻ പറ്റൂല, അഡ്ജസ്റ്റ്മെന്റുകൾ സാധ്യമല്ല. അതിനുശേഷം വീണ്ടും വലാ അൻതും ആബിദൂന മാ അഅ്ബുദ്, ഞാൻ ആരാധിക്കുന്നതിനെ നിങ്ങളും ആരാധിക്കുന്നില്ലല്ലോ. ഉണ്ടോ? ആരാധിക്കാത്തതുകൊണ്ടാണല്ലോ അവരെ കാഫിരീങ്ങൾ എന്ന് വിളിച്ചത്. ഞാൻ ആരാധിക്കുന്നതിനെ നിങ്ങളും ആരാധിക്കുന്നില്ല. അതേ കാര്യത്തെ വീണ്ടും ആവർത്തിക്കാണ്. വലാ അന ആബിദും മാ അബദ്തും, നിങ്ങൾ ആരാധിച്ചു വരുന്നതിനെ ആരാധിക്കാൻ ഞാൻ തയ്യാറല്ല, ഞാൻ ആരാധിക്കുന്നവനല്ല. വലാ അൻതും ആബിദൂന മാ അഅ്ബുദ്, ഞാൻ ആരാധിക്കുന്നതിനെ നിങ്ങളും ആരാധിക്കുന്നവരല്ല. അതുകൊണ്ട് അവസാനമായി തീരുമാനം പറയാണ്. എന്താ തീരുമാനം? ലക്കും ദീനുക്കും വലിയ ദീൻ, നിങ്ങൾക്ക് നിങ്ങളുടെ ദീൻ, എനിക്ക് എന്റെ ദീൻ. ഇതൊരു തീരുമാനമാണ്, ഇതൊരു പ്രഖ്യാപനാണ്. ലക്കും ദീനുക്കും, നിങ്ങൾക്ക് നിങ്ങളുടെ ആചാരങ്ങൾ, നിങ്ങളുടെ സമ്പ്രദായങ്ങൾ, നിങ്ങളുടെ ഇബാദത്തുകൾ, നിങ്ങളുടെ ശൈലികൾ, അത് നിങ്ങൾ കൊണ്ടുപോയിക്കൊള്ളി, അതിലേക്ക് ചേരാൻ എന്നെ കിട്ടൂല. വലിയ ദീൻ, എനിക്ക് എന്റേതായ ഒരു ദീനുണ്ട്. ആര് പഠിപ്പിച്ചു? അള്ളാഹു പഠിപ്പിച്ചൊരു ദീനുണ്ട്. അതെന്താവണം, എങ്ങനെയാവണം, എപ്പോഴാകണം എന്നൊക്കെ പഠിപ്പിച്ചത് ഉടമസ്ഥനായ അള്ളാഹു ആണ്. ആ പഠിപ്പിച്ച കാര്യത്തിൽ മായം ചേർക്കാനും വെള്ളം ചേർക്കാനും കളങ്കം ചേർത്താനൊന്നും എന്നെ കിട്ടൂല. അതുകൊണ്ട് ലക്കും ദീനുക്കും വലിയ ദീൻ, എനിക്കെന്റെ ദീൻ, നിങ്ങൾക്ക് നിങ്ങളുടെ ദീൻ. ഈ സൂറത്ത് ഇറങ്ങാനുണ്ടായ കാരണത്തെ പറ്റിയിട്ട് ഒന്ന് രണ്ട് സംഭവങ്ങൾ തഫ്സീറിന്റെ കിതാബുകളിൽ നമുക്ക് കാണാൻ കഴിയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കയിൽ 13 വർഷമാണ് ഖുറൈശികൾക്കിടയിൽ നുബുവത്തിന്റെ പരിശ്രമം നടത്തിയത്, ദഅവത്ത് നടത്തിയത്. തുടക്കകാലത്ത് വലിയ രീതിയിലുള്ള പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സഹിക്കേണ്ടി വന്നു. നാട്ടിൽ ഭയങ്കര പ്രശ്നങ്ങളായി, ആഭ്യന്തര പ്രശ്നങ്ങളുണ്ടായി, ഇഖ്തിലാഫുകളുണ്ടായി, നാട്ടുകാർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചേരിതിരിഞ്ഞ് പോരടിക്കുന്ന അവസ്ഥകളുണ്ടായി. ഖുറൈശികളായ പ്രമാണിമാര് കൂടിയാലോചിച്ചു നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ ചെന്ന് പ്രീണിപ്പിക്കാൻ വേണ്ടി, വലയിൽ വീഴ്ത്താൻ വേണ്ടി കുറച്ച് തന്ത്രങ്ങൾ അവർ പ്രയോഗിച്ചു. കുറച്ച് തന്ത്രങ്ങൾ അല്ലേ, നമ്മൾ പറയാറില്ലേ, മോഹന വാഗ്ദാനങ്ങൾ കൊടുത്തിട്ട് എന്ത് ചെയ്തു, വലയിൽ വീഴ്ത്താൻ വേണ്ടി അവര് മീറ്റിംഗ് കൂടി. അതിൽ നിന്ന് 4-5 പ്രമുഖരായ ഖുറൈശി നേതാക്കന്മാരെ അവർ തെരഞ്ഞെടുത്തു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആള് ഒന്ന് വലീദ് ബിൻ മുഗീറയാണ്. വലീദ് ബിൻ മുഗീറ, നമ്മൾ ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു കേട്ടില്ലേ? ഖാലിദ് റളിയല്ലാഹു അൻഹുവിന്റെ വാപ്പയാണ് ആര്? വലീദ് എന്ന് പറയുന്നതാണ്. പക്ഷേ ആൾക്ക് എന്ത് ചെയ്യാൻ പറ്റിയില്ല, മുസ്ലിം ആകാനോ മുഅ്മിനാകാനോ ഭാഗ്യം കിട്ടിയിട്ടില്ല. ഒന്നാമത്തെ ഖുറൈശി നേതാവ്. രണ്ടാമത്തത് ആസിബിന് വായിൽ, ആസിബിന് വായിൽ എന്ന് പറയുന്ന നേതാവ്. മൂന്നാമത്തത് അൽ അസ്വദ് ബിൻ മുത്തലിബ്, അസ്വദ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ. നാലാമത്തത് ഉമയ്യത്ത് ബിൻ ഖലഫ്, ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ മുതലാളി, യജമാനൻ. ഇവരൊക്കെ ഖുറൈശികളുടെ കൂട്ടത്തിലെ തലതൊട്ടപ്പന്മാരാണ്, നേതാക്കന്മാരാണ്. വേറെയും കുറച്ച് ആളുകൾ എന്ത് ചെയ്തു, കൂട്ടത്തിൽ തെരഞ്ഞെടുത്തു. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്ക് പറഞ്ഞയച്ചു. അല്ലേ, കരാറുണ്ടാക്കാൻ, സന്ധി സംഭാഷണം നടത്താനാണ് വരുന്നത്. അവർ വന്നിട്ട് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ കുറച്ച് ഓഫറുകൾ വെച്ചു. മുഹമ്മദേ സല്ലല്ലാഹു അലൈഹി വസല്ലം, നീ വന്നതിന് ശേഷം, നീ നുബുവത്ത് കിട്ടി നബിയായി വന്നതിന് ശേഷം നാട്ടിൽ ഭയങ്കര പ്രശ്നങ്ങളാണ്, ഞങ്ങൾക്ക് സ്വസ്ഥമായ ജീവിതം നഷ്ടപ്പെട്ടു, ഞങ്ങളെ വീട്ടിലും നാട്ടിലും കൂട്ടിലൊക്കെ ആകെ പ്രശ്നങ്ങളാണ്, ഭയങ്കര അടിയും പിടിയാണ്. എന്താ നിന്റെ വിചാരം, എന്താ നിന്റെ പ്ലാൻ? നീ ഇപ്പോൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഞങ്ങളുടെ നാട്ടിലെ ഏറ്റവും നല്ല സുന്ദരിയായ ഏതെങ്കിലും ഒരു പെണ്ണിനെ കെട്ടി സ്വസ്ഥമായ ജീവിതം കിട്ടണമെന്നാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ഒന്ന് പറഞ്ഞേരും, ഒന്ന് പറഞ്ഞാൽ മതി. ഞങ്ങളുടെ നാട്ടിലെ ഏറ്റവും നല്ല പെണ്ണിനെ നോക്കി നിനക്ക് വിവാഹം കഴിച്ചു തരാം. ഇനി അതല്ല, ഇതുകൊണ്ട് നീ ഉദ്ദേശിക്കുന്നത് ഞങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ ധനാഢ്യനായി സമ്പന്നനായി മാറണമെന്നാണെങ്കിൽ നീ പറഞ്ഞാൽ മതി. ഞങ്ങളൊക്കെ ഞങ്ങളുടെ സമ്പത്തിന്റെ വലിയൊരു ഓഹരി വിഹിതം നിനക്ക് വേണ്ടി ഒരുമിച്ച് കൂട്ടിയിട്ട് ഞങ്ങളുടെ കൂട്ടത്തിലെ ഏറ്റവും വലിയ മുതലാളിയായി നിന്നെ പ്രഖ്യാപിക്കാം. ഇനി അതല്ല, ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരു പ്രമാണിയായി രാജാവിനെ പോലെ കൽപ്പിക്കുന്ന, അല്ലെങ്കിൽ കീഴിൽ പ്രജകളും കൂടെ നടക്കാൻ ആളുകളൊക്കെ ഉള്ള ഒരു പ്രമാണിയായി ജീവിക്കാനാണ് നീ താല്പര്യപ്പെടുന്നതെങ്കിൽ അങ്ങനെ പറ. ഞങ്ങളുടെ കൂട്ടത്തിലെ ഏറ്റവും വലിയ
പ്രമാണിയായി നിന്നെ ഞങ്ങളങ്ങ് വാഴിക്കാം, ഞങ്ങളങ്ങ് ഇങ്ങനെ കുറെ വാഗ്ദാനങ്ങൾ കൊടുത്തു. എന്നിട്ട് അവർ പറഞ്ഞു, ഇതൊക്കെയാണ് നിന്നോട് എന്ന് പറഞ്ഞാൽ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടാ പറയുന്നത്, നിന്റെ മുമ്പിൽ വെക്കാനുള്ള ഞങ്ങൾക്കുള്ള ഉപാധികൾ ഇതാണ്, ഇത് സ്വീകരിക്കുമെങ്കിൽ പറ, ഏത് ആവശ്യം ചെയ്യാ ഞങ്ങൾ പൂർത്തിയാക്കി തരാം. ഇനി അതല്ല, നിനക്ക് ഇതൊന്നും തൃപ്തിയാവൂല, നീ സമ്മതിക്കൂല എന്നാണെങ്കിൽ അടുത്തൊരു കരാറ് ഞങ്ങൾക്ക് നിന്റെ മുമ്പിൽ വെക്കാനുള്ളത്. ആ കരാറിലാണ് അള്ളാഹ്ക്ക് ഇവരോടുള്ള വെറുപ്പ് കൂടിയത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ സൂറത്ത് ഇറങ്ങിയത്. ഒരു പറഞ്ഞെന്താണ്, നീ ഞങ്ങൾ ഈ പറഞ്ഞ ആദ്യത്തെ കരാറിന് തയ്യാറല്ലെങ്കിൽ രണ്ടാമത് ഞങ്ങൾക്ക് വെക്കാനുള്ള ഉപാധി, നമുക്ക് തമ്മിൽ ഒരു ഐക്യകരാറിലെത്താം, ഒരു ലയനം, ഒരു സമവാക്യം, നമുക്ക് രണ്ടാക്കും അഡ്ജസ്റ്റ് ചെയ്തു പോകാൻ പറ്റുന്ന രൂപത്തിൽ എന്ത് ചെയ്യാം, നമ്മുടെ നാടിന്റെ കോലം അല്ലെങ്കിൽ നമ്മുടെ മതങ്ങൾ തമ്മിൽ അല്ലെങ്കിൽ ദീനുകൾ തമ്മിൽ എന്ത് ചെയ്യാം, ഒന്ന് ലയിപ്പിക്കാം. എന്നിട്ട് അവരിങ്ങനെ വ്യക്തമായി പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, ഈ ഒരു വർഷം, ആദ്യത്തെ വർഷം നീ ഞങ്ങളുടെ ദൈവങ്ങൾ എന്ത് ചെയ്യണം, ആരാധിക്കണം. ഈ ഒരു വർഷം നീ ഞങ്ങളുടെ ദൈവങ്ങളെ ആരാധിക്കണം. ഈ കൊല്ലം കഴിഞ്ഞാൽ അടുത്ത വർഷം, ആ വർഷം മുഴുവൻ ഞങ്ങൾ നിന്റെ ദൈവത്തെ എന്ത് ചെയ്യാം, ആരാധിക്കാം. അപ്പോൾ ഒരു കൊല്ലം ഞങ്ങൾക്കും ഒരു കൊല്ലം നിനക്കും, ആർക്കും പ്രശ്നം ഉണ്ടാവില്ലല്ലോ, തമ്മിൽ അടി ഉണ്ടാവില്ല, കരാറായില്ലേ. ഒരു കൊല്ലം ഞങ്ങളൊപ്പം, ഒരു കൊല്ലം നിന്റെ ഒപ്പം. എന്നിട്ട് 2 കൊല്ലം കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു താരതമ്യ പഠനം നടത്താം. ഈ 2 കൊല്ലം കൊണ്ട് ആളുകൾക്ക് ഏത് ദൈവങ്ങളെയാണോ കൂടുതൽ ഇഷ്ടപ്പെട്ടത്, ഏത് ഇലാഹിനെയാണോ ഇഷ്ടപ്പെട്ടത്, ആ ഇലാഹിന്റെ കൂടെ പിന്നെ അങ്ങ് നമുക്ക് ഒരു ഒഴുക്കിലങ്ങ്, ഒരു മട്ടത്തിലങ്ങ് ജീവിക്കാം. എന്താ, തയ്യാറാണോ എന്ന് ചോദിച്ചു. വലിയ കാര്യത്തോടു കൂടി പറഞ്ഞതാണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് കുഫാറുകളുടെ നാവിൽ നിന്ന് ഇത്തരം മോശമായ നീചമായ അള്ളാഹുവിന് വെറുപ്പുള്ള വാക്കുകൾ കേട്ടപാടെ, മഅദല്ലാഹി അൻ നുശ്രിക ബിഹി ഗൈറ, എന്റെ ഉടമസ്ഥനായ അള്ളാഹുവിനോട് മറ്റെന്തെങ്കിലും വസ്തുവിനെ അവൻ ഇഷ്ടപ്പെടാത്ത നിലയിൽ പങ്കു ചേർക്കുന്നതിൽ നിന്ന് ഞാൻ കാവലിനെ തേടുന്നു എന്നങ്ങ് പറഞ്ഞു. ഞാൻ എന്റെ റബ്ബിനോട് കാവലിനെ തേടുന്നു എന്നങ്ങ് പറഞ്ഞു. ഉടനെ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ആകാശത്ത് നിന്ന് ഇറങ്ങി സൂറത്തുൽ കാഫിറൂന്റെ മനോഹരമായ അതിസുന്ദരമായ ദീനിന്റെ ഏറ്റവും വലിയ പ്രഖ്യാപനവും കൊണ്ട് 6 ആയത്തുകളുമായി ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നു. നബി തങ്ങൾക്ക് ഓതിക്കൊടുത്തു, ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ. തുടക്കം തന്നെ ആ വിളിയൊന്ന് നോക്കിയാൽ ആലോചിക്കും, ഒരു മാന്യതയില്ലാത്ത, ഒരു ബഹുമാനമില്ലാത്ത വിളിയാണ്. അല്ലയോ നീചന്മാരെ എന്ന് മലയാളത്തിൽ വിളിച്ചാൽ എങ്ങനെ ഉണ്ടാവും എന്നതുപോലെ തന്നെയാണ് അല്ലയോ കുഫാറുകളെ എന്ന് വിളിക്കുന്നത്. നിഷേധികളെ എന്നാ വിളിച്ചത്, തള്ളിക്കളയുന്നവരെ, ബുദ്ധിയെ ശരിയായ നിലയിൽ പ്രയോഗിക്കാത്ത ആളുകളെ, നിങ്ങളായിട്ട് ഒരു കോംപ്രമൈസിനും തയ്യാറല്ല കേട്ടോ, എനിക്ക് എന്റെ ദീൻ, നിങ്ങൾക്ക് നിങ്ങളുടെ ദീൻ. ഈ സൂറത്തിറങ്ങി അതിന് തൊട്ടപ്പുറത്തായി സൂറത്ത് സുമറിലെ 1-2 ആയത്തുകൾ കൂടി ഇറങ്ങി എന്ന് തഫ്സീറിൽ നമുക്ക് കാണാൻ കഴിയും. ഖുൽ അഫഗൈറല്ലാഹി തഅ്മുറൂനി അഅ്ബുദു അയ്യുഹൽ ജാഹിലൂൻ വലഖദ് ഊഹിയ ഇലൈക വഇലല്ലദീന മിൻ ഖബ്ലിക ലഇൻ അശ്റക്ത ലയഹ്ബതന്ന അമലുക വലതകൂനന്ന മിനൽ ഖാസിരീൻ ബലില്ലാഹ ഫഅ്ബുദ് വകും മിനശ് ശാകിരീൻ. 3 ആയത്തുകൾ സൂറത്ത് സുമറിൽ കാഫിറൂന്റെ കൂടെ ഉടൻ അല്ലാഹു ഇറക്കിക്കൊടുത്ത ശക്തമായ നിർദ്ദേശങ്ങളുള്ള ഒരു 3 ആയത്ത്. എന്താ അതിന്റെ അർത്ഥം? ഖുൽ അഫഗൈറല്ലാഹി തഅ്മുറൂനി അഅ്ബുദു അയ്യുഹൽ ജാഹിലൂൻ. അല്ലയോ വിഡ്ഢികളെ, പൊട്ടന്മാരെ, വിവരമില്ലാത്തവരെ എന്നാ വിളിച്ചത്. അവിടെയും ഇവിടെയും അള്ളാഹുവിന്റെ കരുണയില്ലാത്ത വിളിയാണ്. കാരണം അള്ളാഹ്ക്ക് ഇഷ്ടമല്ല അള്ളാഹുവിന്റെ വഹ്ദാനിയത്തിലും അള്ളാഹു നൽകിയ ദീനിലും വെള്ളം ചേർക്കുക എന്ന് പറയുന്നത്. അവരെ നേർക്കുനേരെ വിളിച്ചു അയ്യുഹൽ ജാഹിലൂൻ. ജാഹിൽ എന്ന് പറയാൻ അർത്ഥം വിവരമില്ലാത്തവൻ, വിഡ്ഢി, പൊട്ടൻ അല്ലേ, എന്തു അർത്ഥം വെക്കാം? എന്റെ ഉടമസ്ഥനായ അള്ളാഹുവിനെ ഒഴിവാക്കിയിട്ട് നിങ്ങൾ പറയുന്ന ആരാധ്യ വസ്തുക്കളുടെ പിന്നാലെ പോകാനാണോ വിവരമില്ലാത്തവരെ നിങ്ങൾ എന്നോട് കൽപ്പിക്കുന്നത്? വലഖദ് ഊഹിയ ഇലൈക വഇലല്ലദീന മിൻ ഖബ്ലിക. എങ്കിൽ നിങ്ങൾക്ക് മുമ്പിൽ ഒരു പാഠം, ഒരു പ്രഖ്യാപനം ഞാൻ പറഞ്ഞു തരാം. എന്റെ ഉടമസ്ഥനായ റബ്ബ് അള്ളാഹു എന്നോടെന്നല്ല, എന്റെ മുമ്പ് കഴിഞ്ഞുപോയ മുൻകാല സമുദായങ്ങൾക്ക്, അവരിൽ നിയോഗിക്കപ്പെട്ട മുഴുവൻ പ്രവാചകന്മാർക്കും നൽകിയ ഒരു പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശമുണ്ട്, ഒരു കൽപ്പനയുണ്ട്. എന്താണ് ആ കൽപ്പന? ലഇൻ അശ്റക്ത ലയഹ്ബതന്ന അമലുക.
വലതകൂനന്ന മിനൽ ഖാസിരീൻ. ഉടമസ്ഥനുമായ അല്ലാഹുവുമായിട്ടുള്ള ബന്ധത്തിൽ ഒരിക്കലും വിള്ളൽ വരാൻ സമ്മതിക്കരുത്. ആ നിലയിൽ എങ്ങാനും ഉടമസ്ഥനുമായിട്ടുള്ള ബന്ധത്തിൽ വിള്ളൽ വന്നാൽ, ശിർക്കിന്റെ കലർപ്പ് വന്നാൽ, പിന്നെ നിങ്ങളുടെ ജീവിതം പാഴാണ്. ഒരു കാര്യമില്ല. ലയഹ്ബതന്ന അമലു. നിങ്ങൾ എന്ത് ചെയ്തിട്ടും എത്ര കെട്ടിമറിഞ്ഞിട്ടും കാര്യമില്ല. അതുകൊണ്ട് ബലില്ലാഹ ഫഅ്ബുദ്. നിങ്ങൾ ഉടമസ്ഥനായ അല്ലാഹുവിനെ മാത്രം ആരാധിക്കണം. ഉടമസ്ഥനായ അല്ലാഹുവിലേക്ക് മാത്രം തിരിയണം. വകും മിനശ്ശാകിരീൻ. ഉടമസ്ഥനായ അല്ലാഹുവിന്റെ അടിമ എന്ന നിലയിൽ ഉടമസ്ഥനോട് നന്ദിയുള്ള, കൂറുള്ള, ആത്മാർത്ഥത പുലർത്തുന്ന ഒരടിമയായി ജീവിക്കണം കേട്ടോ എന്ന് അല്ലാഹു ആയത്തിറക്കി. ഈ ഒരു സൂറത്തും ചില്ലറ ആയത്തുകളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഇത് അവതരിച്ച ഉടനെ നടന്നു. എവിടേക്ക്? കഅബയുടെ മുന്നിലേക്ക്. കഅബയുടെ മുന്നിൽ ആ സമയത്ത് ഖുറൈശികളായ പ്രമാണിമാരും പ്രമുഖന്മാരും നാട്ടുകാരൊക്കെ ഒരുമിച്ച് കൂടിയിരിക്കുന്ന ആ സദസ്സിന്റെ മുമ്പിൽ ചെന്നിട്ട് അത്യുച്ചത്തിൽ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം നീട്ടി അതിസുന്ദരമായ ശബ്ദത്തിൽ ഓതിക്കൊടുത്തു എന്ന് കിതാബുകളിൽ കാണാൻ കഴിയും. ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ. ആദർശത്തിന്റെ ഉറച്ച ശബ്ദം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ നാവിലൂടെ ഖുർആനിന്റെ ആയത്തുകളായി ഇങ്ങനെ അന്തരീക്ഷത്തിൽ അലയടിച്ചു. അല്ലയോ കാഫിരീങ്ങളെ എന്ന് പറഞ്ഞാൽ ഒരൊറ്റ ആളാ നിൽക്കുന്നത്. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം കൂട്ടത്തിൽ ആരുമില്ല. കൂടിയിരിക്കുന്നത്, മുന്നിലിരിക്കുന്നത് മുഴുവൻ ആ പറഞ്ഞ വിഭാഗത്തിൽപ്പെട്ട പ്രമാണിമാരാണ്. തന്റെ ഇടമുള്ള കയ്യൂക്കുള്ള ആളുകളാണ്. പക്ഷേ അള്ളാഹ്ക്ക് വേണ്ടി, അള്ളാഹുവിനെ കുറിച്ചിട്ട് അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്ന കാര്യത്തിൽ ലവലേശം പോലും ഭയമില്ലാതെ ചങ്കുറപ്പോടുകൂടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഈ പരിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ ഓതിക്കൊടുത്തു എന്ന് നമുക്ക് തഫ്സീറിന്റെ കിതാബുകളിൽ കാണാൻ കഴിയും. ഈ സൂറത്ത് ഇറങ്ങാനുണ്ടായ കാരണം ഇതാണ്. സൂറത്ത് ഖലമിൽ അല്ലാഹു പറഞ്ഞു, വദ്ദൂ ലൗ തുദ്ഹിനു ഫയുദ്ഹിനൂൻ. നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലെ കുഫാറുകളായ അങ്ങയുടെ നാട്ടുകാരായ ആളുകൾ അവരിങ്ങനെ മോഹിക്കാണ്, ആഗ്രഹിക്കാണ്. എന്താണ് അവർ ആഗ്രഹിക്കുന്നത്? നിങ്ങളൊന്ന് അയഞ്ഞുകൊടുത്തിരുന്നെങ്കിൽ, നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ, നിങ്ങളൊന്നിങ്ങനെ വന്ന് ചേർന്നിരുന്ന് തമ്മിൽ നല്ല കരാറും നല്ല സന്ധി സംഭാഷണമൊക്കെ നടത്തിയിട്ട് ഇങ്ങനെ കൂട്ടിക്കലർന്നുള്ള ഒരു ജീവിതം ജീവിച്ചിരുന്നെങ്കിൽ അവരുടെ തടിക്കും അവരുടെ അഭിമാനത്തിനൊന്നും ഒരു പ്രശ്നം വരൂലായിരുന്നല്ലോ. അതുകൊണ്ട് നിങ്ങളൊന്ന് അയഞ്ഞു കൊടുക്കണമെന്ന് അവർ ആഗ്രഹിക്കുകയാണ്. ണ്ടോ? ഈ സൂറത്തിന്റെ ഇപ്പൊ ഈ പറഞ്ഞ ഈ ഓതിയ ആയത്തിന്റെ തഫ്സീറിൽ നമുക്ക് കാണാൻ കഴിയും. നേരത്തെ പറഞ്ഞ അതേ ആള് വലീദ് ഇബ്നു മുഗീറ വന്നിട്ട് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ കുറെ കാര്യങ്ങൾ പറഞ്ഞ് നബി തങ്ങളെ വലയിലാക്കാൻ നോക്കി. അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. ആ വരവും ആ വർത്തമാനവും നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിലുള്ള അയാളുടെ പ്രസംഗമൊന്നും അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. അതിനെ വിമർശിച്ചുകൊണ്ടാണ് അള്ളാഹു ആയത്തിറക്കിയത്. ഈ വലീദ് എന്ന് പറഞ്ഞ ആള് ഒരു കാലത്ത് എന്ന് പറഞ്ഞാൽ നുബുവത്തിന്റെ തുടക്കത്തിലെ ഖുർആനിന്റെ സൗന്ദര്യവും ഖുർആൻ ഹക്കാണെന്നുള്ള യാഥാർത്ഥ്യവും മനസ്സിലാക്കി അതിനെക്കുറിച്ചിട്ട് വശ്യമായ നിലയിൽ ഖുറൈശികളുടെ മുമ്പിൽ പ്രസംഗിച്ച ആളാ. ഇന്ന ലഹു ലഹലാവ വ ഇന്ന അലൈഹി ലതലാവ. വലീദ് എന്ന് പറഞ്ഞാൽ അന്നത്തെ നാട്ടിലെ പ്രമാണിയാണ്, വലിയ സാഹിത്യപ്പെടുവാണ്. അയാളുടെ മുകളിൽ നിൽക്കാൻ ഭാഷയെക്കുറിച്ച് സാഹിത്യത്തെക്കുറിച്ച് അറിയുന്ന ഒരാളും മക്കയിലില്ല. അയാൾ ഖുർആനിന്റെ ആയത്തുകൾ കേട്ടു. സൂറത്ത് ഫുസ്സിലത്തിന്റെ ആദ്യത്തെ 2-3 പേജുകളോളം അയാൾ കേട്ടു. ആ ഖുർആനിന്റെ ആയത്തുകളിൽ മയങ്ങി അതിൽ ലയിച്ചിട്ട് അയാൾ ഇങ്ങനെ അത്ഭുതപരതന്ത്രനായി ഖുറൈശികളുടെ മുമ്പിൽ വന്നിട്ട് അയാൾ ഒരു പ്രസംഗം നടത്തുന്നുണ്ട്. കിതാബുകളിൽ കാണാൻ കഴിയും. ഇന്നലഹു ലഹലാവ. ഹാ, എത്ര മധുരമുള്ള പരിശുദ്ധ ഖുർആനിന്റെ വരികളാണ് ഞാൻ കേട്ടത്. വ ഇന്ന അഅ്ലാഹു ലമുസ്മിർ വ ഇന്ന അലൈഹി ലതലാവ. ആ ഖുർആനിന്റെ സൗരഭ്യം എത്ര ആസ്വാദ്യകരമാണ്. തീർച്ചയായും അതിങ്ങനെ വളർന്ന് പന്തലിച്ച് കിടക്കുന്ന ഒരു വടവൃക്ഷം പോലെ നിൽക്കുകയാണ്. അതിന്റെ ശിഖരങ്ങളൊക്കെ ആകാശത്തിലേക്ക് ഇങ്ങനെ ആകാശം മുട്ടെ വളർന്ന് പന്തലിച്ച് കിടക്കുന്നുണ്ട്. വ ഇന്ന അസ്ഫലഹു ലമുഗ്ദിക്. അതിന്റെ അടിവേരുകൾ ഭൂമിയിലേക്ക് ഊർന്നിറങ്ങി കിടക്കുകയാണ് എന്ന് പറഞ്ഞാൽ ഉറച്ചു നിൽക്കുകയാണ്. വ ഇന്നഹു യഅലു വലാ യുഅല അലൈഹി. ഈ ഖുർആനിനെ അതിജയിക്കാൻ മക്കക്കാരായ മനുഷ്യന്മാരായ നമ്മുടെ സാഹിത്യ കൃതികൾക്കോ പ്രസംഗങ്ങൾക്കോ കഴിയൂല എന്ന് ഒരു കാലത്ത് വലീദ് പ്രസംഗിച്ചിട്ടുണ്ട്. ഖുർആൻ ശരിയാണെന്നും ഹക്കാണെന്നും അള്ളാഹു ഉണ്ടെന്നും അള്ളാഹു മാത്രമാണെന്നും മനസ്സിലാക്കിയ ആളാണ് ആര്? വലീദ്. പക്ഷേ നാട്ടിലെ നിൽപ്പും അദ്ദേഹത്തിന്റെ സ്ഥാനവും
നാട്ടിലെ പ്രമാണിത്വം ചോദ്യം ചെയ്യപ്പെടുന്ന ഒരവസ്ഥ വന്നപ്പോ നാട്ടിൽ നിക്കക്കള്ളില്ലാതാകുന്നുള്ള ആ ഒരു ബേജാറ് വന്നപ്പോ എന്ത് ചെയ്തു? സത്യത്തിൽ നിന്ന് മറുകണ്ഠം ചാടി. പറഞ്ഞതൊക്കെ അയാള് വളച്ചൊടിച്ചു. എന്നിട്ട് അവസാനം പറഞ്ഞെന്താണ്? ഖുർആൻ സിഹറാണെന്ന് പറഞ്ഞു, മാരണാണെന്ന് പറഞ്ഞു, ഖുർആനിനെ ആക്ഷേപിച്ചു. അതുകൊണ്ട് ആ ആക്ഷേപത്തെ അല്ലാഹുക്ക് ഇഷ്ടപ്പെട്ടില്ല. അയാൾക്ക് വേണ്ടി സഉസ്ലിഹി സഖർ, വലീദിന് വേണ്ടി സഖർ ഞാൻ ഒരുക്കി വെച്ചിരിക്കുന്നു എന്ന് അല്ലാഹു പറഞ്ഞു. ഈ വലീദ് പല പ്രാവശ്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിൽ വന്നിട്ട് ഓരോ കാര്യങ്ങൾ പറഞ്ഞ് പലതും പറഞ്ഞ് നബി തങ്ങളെങ്ങനെ വശീകരിക്കാൻ നോക്കിയപ്പോ ആ വശീകരണം, അയാളുടെ വർത്തമാനങ്ങൾ അല്ലാഹുക്ക് ഇഷ്ടപ്പെട്ടില്ല. വലീദിനെ രൂക്ഷമായ നിലയിൽ വിമർശിച്ചുകൊണ്ട് കുറ്റപ്പെടുത്തിക്കൊണ്ട് സൂറത്ത് ഖമറിൽ അല്ലാഹു ആയത്തിറക്കി. സൂറത്ത് ഖലമിൽ അല്ലാഹു ആയത്തിറക്കി. വദ്ദൂ ലൗ തുദ്ഹിനു ഫയുദ്ഹിനൂൻ വലാ തുതിഅ കുല്ല ഹല്ലാഫിൻ മഹീൻ ഹമ്മാസിൻ മശ്ശാഇൻ ബിനമീം മന്നാഇൻ ലിൽ ഖൈരി മുഅ്തദിൻ അഫീം ഉതുല്ലിൻ ബഅദ ദാലിക സനീം. നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം അനുസരിച്ചു പോകരുത് ആ വൃത്തികെട്ടവനെ. ആരെ കുറിച്ചാണ് പറയുന്നത്? വലീദ് ഇബ്നു മുഗീറ. വലാ തുതിഅ, നബിയെ നിങ്ങൾ അനുസരിച്ചു പോകരുത്, കേൾക്കരുത്, അവഗണിച്ചേക്കണം. കുല്ല ഹല്ലാഫിൻ മഹീൻ, ഉള്ളതിനും ഇല്ലാത്തതിനും വെറുതെ ഇങ്ങനെ സത്യം ചെയ്തു പറയുന്ന ഒരാളുണ്ട് നിങ്ങളുടെ കൂട്ടത്തിൽ. ആരാണത്? വലീദാണ്. മഹീൻ, അവൻ നീചനാണ്, നിന്ദ്യനാണ്, ഒന്നിനും കൊള്ളാത്തവനാണ്. ഹമ്മാസിൻ മശ്ശാഇൻ ബിനമീം, ജനങ്ങളുടെ കുറ്റവും കുറവും പറഞ്ഞു നടക്കുന്ന ആളാണ്. ഏഷണിയും പരദൂഷണവും ജീവിതത്തിന്റെ ശീലമാക്കി മാറ്റിയ ആളാണ്. അതുകൊണ്ട് അങ്ങനത്തെ ആളുകൾ അനുസരിക്കരുത്. ബാങ്കിന് ജവാബ് പറയും. أشهد أن محمدا رسول الله. أشهد أن محمدا حي على الصلاة
വലീദ് ഇബ്നു മുഗീറയെ ആക്ഷേപിച്ചുകൊണ്ട് വീണ്ടും തൊട്ടടുത്ത ആയത്തിൽ അല്ലാഹു പറയാണ്, മന്നാഇൽ ലിൽ ഖൈരി മുഅ്തദിൻ അസീം. നന്മകൾക്ക് തടസ്സം നിൽക്കുന്നവനാണവൻ, നന്മകൾക്ക് വിഘാതം സൃഷ്ടിക്കുന്നവനാണവൻ. അസീം, മുഅ്തദിൻ അസീം, അവൻ അക്രമകാരിയാണ്. അസീം, വൻപാപിയാണ്. ജീവിതത്തിൽ പാപങ്ങൾ മാത്രം ചെയ്ത് ശീലമുള്ള ആളാണ്. വീണ്ടും അല്ലാഹു പറഞ്ഞു, ഉതുല്ലിം ബഅദ ദാലിക സനീം, അവൻ ധിക്കാരിയാണ്, അഹങ്കാരിയാണ്. എല്ലാത്തിനു ശേഷം അവനെ വിമർശിക്കുന്ന കൂട്ടത്തിൽ അവസാനം അല്ലാഹു പറഞ്ഞു, ബഅദ ദാലിക്, ഇതിനൊക്കെ പുറമെ സനീം, അവൻ ജാരസന്തതിയും കൂടിയാണ്. ജാരസന്തതി എന്ന് പറഞ്ഞാൽ എന്താ? വാപ്പാക്ക് പറക്കാത്തവൻ, അഡ്രസ് ഇല്ലാത്തവൻ, വാലും തുമ്പില്ലാത്തവൻ. നമുക്ക് കാണാൻ കഴിയും, ഈ ആയത്തുകൾ എടുത്ത് പരിശോധിച്ചാൽ വലീദിന്റെ ജീവിതത്തിലെ 9 ഗുണങ്ങളാണ് അല്ലാഹു പറഞ്ഞത്. എത്രണ്ണം? 9 ഗുണങ്ങൾ അല്ലാഹു പറഞ്ഞു. 9 എണ്ണം. നല്ല ഗുണങ്ങളല്ലേ ഇപ്പൊ പറഞ്ഞത് അല്ലേ? വലീദിനെ സംബന്ധിച്ചിട്ട് അല്ലാഹു പറഞ്ഞു 9 കാര്യങ്ങൾ. 8ഉം വലീദിന് തിരിഞ്ഞു. 8 കാര്യങ്ങളും വലീദിന് മനസ്സിലായി. ഓരോ ആയത്തിറങ്ങിയപ്പോ ശരിയാണ്. വലാ തുതി കുല്ല ഹല്ലാഫിൻ, അമിതമായി സത്യം ചെയ്യുന്നവൻ, ശരിയാണ്, എന്റെ ജീവിതത്തിലുണ്ട്. മഹീൻ, നിന്യനും നീചനുമാണ്, ശരിയാണ്, അതും അതിനുള്ള യോഗ്യത എനിക്കുണ്ട്. ഹമ്മാസിൻ, കുത്തുവാക്ക് പറയുന്നവനാണ്, അതും എന്റെ ജീവിതത്തിന്റെ ശീലാണ്. മഷാഇൻ ബിനമീം, ജനങ്ങളുടെ ഏഷണിയും പരദൂഷണൊക്കെ പറഞ്ഞു നടക്കുന്ന സ്വഭാവം, അതും എന്നിലുണ്ട്. മന്നാഇൽ ലിൽ ഖൈർ, ഒരു നന്മക്കും കൂട്ടു നിൽക്കൂല, ഉള്ള നന്മകൾക്കൊക്കെ തടസ്സം നിൽക്കും, അതിന്റെ ജീവിതത്തിന്റെ പതിവാണ്. മുഅ്തദിൻ, അക്രമം ചെയ്യുന്നവനാണ്, അതിന്റെ ജീവിതത്തിന്റെ ശീലാണ്. അസീം, വൻപാപങ്ങൾ മാത്രം ചെയ്ത് ശീലമുള്ള ആളാണ്, അതിന്റെ ജീവിതത്തിലുണ്ട്. ഉതുല്ലിൻ, ഏറ്റവും അവസാനം അല്ലാഹു പറഞ്ഞു അഹങ്കാരിയാണെന്ന് പറഞ്ഞു, അത് എമ്പാടിന്റെ ജീവിതത്തിലുണ്ട്. ഈ 8 കാര്യങ്ങളും വലീദിന് ഒരു സംശയം ഉണ്ടായില്ല. ഖുർആൻ പറഞ്ഞപ്പോ സഹാബാക്കള് എങ്ങനെയാണോ വിശ്വസിച്ചത് അതുപോലെ തന്നെ അവന്റെ ഉള്ളിലും വിശ്വാസം വന്നു. ഈ 8 കാര്യങ്ങളും എന്നെ പറ്റിയിട്ട് തന്നെ പറഞ്ഞത്. നാട്ടുകാർക്ക് മുഴുവൻ മനസ്സിലായി എന്ന് പറഞ്ഞാൽ, ഖുർആനിൽ അതുവരെ വിശ്വസിക്കാത്ത ആളുകൾക്കരെ മനസ്സിലായി എന്ത്, ഇത് വലീദിനെ പറ്റി തന്നെ പറഞ്ഞത്. ഏകദേശം വലീദാണ് ഇപ്പൊ ഈ പറഞ്ഞ ഈ സിഫത്തുകൾക്കൊക്കെ അർഹതയുള്ള ഒരാള്. പക്ഷേ 9ാമത്തെ കാര്യം, 9ാമത് പറഞ്ഞൊരു കാര്യമുണ്ട്. സനീം, ജാരസന്തതിയാണ്, വാപ്പാക്ക് പറക്കാത്തവനാണ് എന്ന് പറഞ്ഞ കാര്യം. അത് കേട്ടപ്പോ വലീദിനിളകി. വലീദ് പറഞ്ഞു, ഇത് മാത്രം അംഗീകരിക്കാൻ കഴിയില്ല. കാരണം നമ്മളൊക്കെ ചരിത്രത്തിൽ വലീദ് ഇബ്നു, എന്താ വാപ്പാന്റെ പേര് നിങ്ങൾ ഇത്രയും നേരം പറഞ്ഞില്ലേ? വലീദ് ഇബ്നു മുഗീറയാണ്. മുഗീറയുടെ മകൻ വലീദ് എന്നാണ്. മുഗീറ എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ വലീദിന്റെ വാപ്പ ഒരു കാലത്ത് ഖുറൈശികളുടെ കൂട്ടത്തിലെ ഏറ്റവും വലിയ സമ്പന്നനാണ്, പ്രമാണിയാണ്, നാട്ടുരാജാവിനെ പോലെ ആ ഖുറൈശികൾക്കിടയിൽ വിലസി നടന്ന ആളാണ്. പേരും പെരുമയും പ്രശസ്തിയൊക്കെ ഉള്ള, എല്ലാവരും ബഹുമാനിക്കുന്ന, അനുസരിക്കുന്ന, ആദരിക്കുന്ന ഒരു വ്യക്തിയാണ് ആര്? മുഗീറ. അതുകൊണ്ട് വാപ്പാക്ക് കിട്ടിയ ബഹുമാനം ഈ മകനും കിട്ടിയാണ് ജീവിതത്തിൽ. മകന്റെ കയ്യിലുണ്ടതിന് അത്യാവശ്യം സമ്പത്തും അധികാരവും ഇൽമും, അത്യാവശ്യം ഇൽമും സാഹിത്യമൊക്കെ പഠിച്ചാലാണ് ആര്? വലീദ്. ഇതുവരെ നാട്ടുകാർ മുഴുവൻ പറഞ്ഞിരുന്നത് വലീദ് ഇബ്നു മുഗീറ എന്നാ, മുഗീറന്റെ മകൻ വലീദ് എന്നാണ്. പക്ഷേ ഇതിന് വിരുദ്ധമായി പരിശുദ്ധ ഖുർആനിൽ ആയത്ത് എന്ത്? ഇവൻ ജാരസന്തതിയാണ് എന്ന് പറഞ്ഞാൽ വാപ്പ ആരാണെന്ന് ഇതുവരെ വ്യക്തതയില്ല എന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ ഇതുവരെ വിളിച്ച വിളി എന്തായി? തെറ്റില്ലേ? മുഗീറന്റെ മകൻ വലീദ് എന്ന് പറയുന്നതിന് ഇവിടെ പ്രസക്തി ഉണ്ടോ? ഇല്ലല്ലോ. ഈ മകനും കിട്ടിയാണ് ജീവിതത്തിൽ. മകന്റെ കയ്യിലുണ്ടതിന് അത്യാവശ്യം സമ്പത്തും അധികാരവും ഇൽമും, അത്യാവശ്യം ഇൽമും സാഹിത്യമൊക്കെ പഠിച്ചാലാണ് ആര്? വലീദ്. ഇതുവരെ നാട്ടുകാർ മുഴുവൻ പറഞ്ഞിരുന്നത് വലീദ് ഇബ്നു മുഗീറ എന്നാ, മുഗീറന്റെ മകൻ വലീദ് എന്നാണ്. പക്ഷേ ഇതിന് വിരുദ്ധമായി പരിശുദ്ധ ഖുർആനിൽ ആയത്ത് എന്ത്? ഇവൻ ജാരസന്തതിയാണ് എന്ന് പറഞ്ഞാൽ വാപ്പ ആരാണെന്ന് ഇതുവരെ വ്യക്തതയില്ല എന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ ഇതുവരെ വിളിച്ച വിളി എന്തായി? തെറ്റില്ലേ? മുഗീറന്റെ മകൻ വലീദ് എന്ന് പറയുന്നതിന് ഇവിടെ പ്രസക്തി ഉണ്ടോ? ഇല്ലല്ലോ. വലീദിന് ദേഷ്യം ഇരച്ചു കയറി. അരിശം കൊണ്ടിട്ട് കിതാബുകളിൽ നമുക്ക് കാണാൻ കഴിയും, ഉറയിൽ നിന്ന് വാളൂരിട്ട് ഓടി വീട്ടിലേക്ക്. ഉറയിൽ നിന്ന് വാളൂരി ഓടാണ് വീട്ടിലേക്ക്. വാപ്പ ജീവിച്ചിരിപ്പില്ല, അതുകൊണ്ട് വാപ്പാണ്ട് ചോദിക്കാൻ വയ്യല്ലോ. വാപ്പ പോക്ക് പോയിട്ടുണ്ട്, പക്ഷെ ഉമ്മ ജീവിച്ചിരിപ്പുണ്ട്. ഓടുന്നത് എവിടേക്കാണ്? വീട്ടിലേക്കാണ്. ഉറയിൽ നിന്ന് വാളൂരി പിടിച്ചുകൊണ്ട് വീട്ടിന്റെ വാതിൽ ചവിട്ടിപ്പൊളിച്ചിട്ട് അകത്തേക്ക് കയറി ഉമ്മയുടെ കഴുത്തിൽ വാള് വെച്ചിട്ട് ഇങ്ങനെ ഉമ്മയെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞു. ചോദിച്ചു അത്രേ, ദാ ഖുർആനിൽ ഇങ്ങനെ ആയത്തിറങ്ങിയിട്ടുണ്ട്, ഞാൻ ജാരസന്തതിയാണെന്ന്. എനിക്കിപ്പോ സത്യം അറിയണം,
സത്യം പറഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങളുടെ കഴുത്ത് ഞാൻ എടുക്കും. സ്വന്തം ഉമ്മാന്റെ കഴുത്തിൽ കത്തി വെച്ചിട്ടാണ് അല്ലെങ്കിൽ വാള് വെച്ചിട്ടാണ് ഈ ധിക്കാരത്തിന്റെ വർത്തമാനം പറയുന്നത്. അതുവരെ നാട്ടുകാരുടെ മുമ്പിൽ പ്രിയങ്കരനും സ്ഥാനവും മാനൊക്കെ ഉള്ള ആളായി ജീവിച്ച ഒരു മനുഷ്യൻ അയാൾ നിന്ദ്യനാകാൻ പോവാൻ ഉമ്മയുടെ കഴുത്തിൽ വാള് വെച്ചിട്ട് ചോദിച്ചു അത്രേ, എന്റെ വാപ്പ ആരാണ് എന്ന് പറഞ്ഞാൽ എനിക്ക് ജന്മം നൽകിയതിന്റെ പിന്നിൽ കാരണക്കാരൻ ആരാണെന്ന് എനിക്ക് ഇപ്പൊ അറിയണം. സത്യം പറഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങളുടെ കഴുത്ത് ഞാൻ എടുക്കും. ഉമ്മാന്റെ സ്വന്തം മാതാവിന്റെ കഴുത്തിലാ കത്തി വെക്കുന്നത്. ഉമ്മ പറഞ്ഞു, സത്യം പറഞ്ഞു. മകനെ പേടിച്ചിട്ട്, ജീവനെ പേടിയുള്ളതുകൊണ്ട് ഉമ്മ സത്യം പറഞ്ഞു. മോനെ, നിന്റെ വാപ്പ മുഗീറ എന്ന് പറയുന്ന മനുഷ്യൻ എല്ലാം ഉണ്ടായിരുന്നെങ്കിലും അയാൾ ഒരു ആണല്ലായിരുന്നു. എന്താ പറഞ്ഞേ? അയാള് ആണല്ല എന്ന് പറഞ്ഞാൽ എന്താ സംഗതി മനസ്സിലായില്ലേ? എന്ന് പറഞ്ഞാൽ ഒരു കുട്ടിയെ ജനിപ്പിക്കാനും അല്ലെങ്കിൽ ഒരു സന്താന സൗഭാഗ്യം കിട്ടാനും മാത്രമുള്ള ആണത്വം അയാളുടെ ശരീരത്തിന് ഇല്ലായിരുന്നു. അനീൻ എന്നാണ് ആ കിതാബുകളിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു ദാമ്പത്യ ജീവിതം നയിക്കാനും ഒരു ഭർത്താവായി നടക്കാനെന്നുള്ള യോഗ്യത അയാൾക്കില്ല. എന്ന് പറഞ്ഞാൽ കുട്ടികളുണ്ടാവില്ല. അങ്ങനെയാണ് അയാളുടെ ബലഹീനത, ശരീരപ്രകൃതി. അല്ലേ? പ്രായമായി, വാപ്പാക്ക് പ്രായമായപ്പോ സ്വാഭാവികമായിട്ടും പേടിയായി. കാരണം സമ്പത്ത് ഒരുപാടുണ്ട്. ഇത് ഇനി എന്റെ മരണത്തിന് ശേഷം, എന്റെ കാലശേഷം ഇത് അനർഹരിലേക്ക് എത്തപ്പെടുമോ, ഇത് വേറെ ആരെങ്കിലും കയറി വന്നിട്ട് കൈകാര്യം ചെയ്യുമോ എന്നുള്ള പേടി കൊണ്ട് വാപ്പ ചെയ്ത പണിയാണെന്ത്? വാപ്പ ചെയ്ത പണിയുടെ ഫലാണ് ഈ നിൽക്കുന്ന നീ വലീദ് എന്ന് പറഞ്ഞാൽ. പച്ചക്ക് പറഞ്ഞാൽ നിന്റെ ഉമ്മയായി എന്നെ കൂട്ടിക്കൊടുത്തു വാപ്പ. ആർക്ക് കൂട്ടിക്കൊടുത്തു? നമ്മുടെ വീട്ടിൽ വേലക്കാരനായി ആടുകളെ നോക്കാൻ വന്നിരുന്ന ഒരു അടിമയില്ലേ, ആ അടിമയുടെ കൂടെ എന്നെ കിടത്തി. ആര്? സ്വന്തം ഭർത്താവ്, നിന്റെ വാപ്പ. കിടത്തിയിട്ട് എന്ത് ചെയ്തു? എനിക്ക് ജന്മം നൽകാൻ അതൊരു കാരണമായി. ഈ രഹസ്യം, ഈ സത്യം മദീനയിലെ അല്ലെങ്കിൽ മക്കയിലെ ആർക്കും അറിയാത്തൊരു കാര്യമായിരുന്നു. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിന്റെ ദീനിനെതിരെ കളിച്ചപ്പോ വലീദ് ഇബ്നു മുഗീറയുടെ ജീവിതത്തിന്റെ അടിവേര് മാന്തി ഖുറൈശികളുടെ നാട്ടിൽ മുഴുവൻ പാട്ടായി. എന്ത്? വലീദ് വാപ്പയില്ലാത്ത ആളാണ്. അതുവരെ വലിയ സ്ഥാനവും മാനക്കുള്ള ആളായിരുന്നു. ഇപ്പോഴാണ് മനസ്സിലായത് ഇത് വാപ്പ എന്ന് പറയാൻ യോഗ്യതയില്ലാത്ത ഒരു കേവലം അടിമയാണ് വലീദിന്റെ ശരിയായ വാപ്പ. മുഗീറ പിന്നെ ഒരു ചൊർക്കിനൊരു അലങ്കാരത്തിന് തൽക്കാലം വാല് ചേർത്തു കൊടുത്തതാണ്. ദുനിയാവിൽ അവനെ അള്ളാഹു നീചനാക്കി, നിന്ദ്യനാക്കി. അതോടുകൂടി നാട്ടിലുണ്ടായിരുന്ന പേരും പെരുമയും പ്രശസ്തിയും ആ സ്വീകരണവും ആദരവൊക്കെ അങ്ങ് പോയി കിട്ടി. അത് ദുനിയാവിലെ നഷ്ടം കണ്ടു. ആഖിറത്തിൽ അവന് ചെല്ലുമ്പോ അവന് വേണ്ടി ഒരുക്കി വെച്ച ആ നരകത്തെപ്പറ്റി അവൻ ജീവിച്ചിരിക്കെ അവന്റെ ചെവികളിൽ അള്ളാഹു കേൾപ്പിച്ചു, സഉസ്ലിഹി സഖർ, വലീദിന് ഞാൻ ഒരുക്കി വെച്ചിരിക്കുന്നത് സഖർ എന്ന നരകമാണ് എന്ന് അള്ളാഹു പറയാൻ. എന്ന് പറഞ്ഞാൽ ചുരുക്കത്തിൽ അവന്റെ ദുനിയാവും പോയി, ആഖിറവും പോയി. അള്ളാഹ് കാക്കുമാറാകട്ടെ. ഇത് നമുക്കൊക്കെ ഒരു മുന്നറിയിപ്പാണ് കേട്ടോ. ഇത് നമുക്കൊക്കെ മുന്നറിയിപ്പാണ്. ദീനിനെതിരെ കളിക്കുന്നവർ, ദീനിനെ പരിഹസിക്കുന്നവർ, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും തങ്ങൾ കൊണ്ടുവന്ന സുന്നത്തിനെയും തങ്ങളിലൂടെ നമ്മളിലേക്ക് എത്തിയ ദീനിനെയും കൊഞ്ഞനം കുത്തുന്നവർ ദുനിയാവിൽ അനുഭവിക്കേണ്ടി വരും, ആഖിറത്തിലും അനുഭവിക്കേണ്ടി വരും. അതിന്റെ ഏറ്റവും വലിയ ദുരനുഭവമാണ് വലീദിന്റെ ജീവിതത്തിൽ സംഭവിച്ചത് എന്ന് മുഫസ്സിരീങ്ങൾ വിശുദ്ധ ഖുർആനിന്റെ തഫ്സീറിന്റെ കിതാബുകളിൽ എഴുതി വച്ചതായി നമുക്ക് കാണാൻ കഴിയും. വലീദിന്റെ ദുനിയാവും പോയി, ആഖിറവും പോയി. അതുകൊണ്ട് ഈ വലീദിനെ പോലത്തെ ഖുറൈശികളുടെ നേതാക്കന്മാരായ ആളുകൾക്കുള്ള ഒരു താക്കീതായിരുന്നു ഈ സൂറത്തുൽ കാഫിറൂൻ. ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ, അല്ലയോ കാഫിരീങ്ങളെ, നിഷേധികളെ. വേറൊരു സ്ഥലത്ത് വിളിച്ചെന്താണ്? അയ്യുഹൽ ജാഹിലൂൻ, വിഡ്ഢികളെ, വിവരമില്ലാത്തവരെ, പൊട്ടന്മാരെ എന്നൊക്കെയാണ് അല്ലാഹു വിളിച്ചത്. അതുകൊണ്ട് ഈ സൂറത്ത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. വളരെ പ്രധാനപ്പെട്ടെന്ന് പറഞ്ഞാൽ അത്തഫ്രീഖു ബൈനൽ ഇസ്ലാമി വഗൈരി, ഇസ്ലാമിനെയും ഇസ്ലാം അല്ലാത്തതിനെയും വേർതിരിക്കുന്ന സൂറത്താണിത്. ഈമാനിനെയും കുഫ്റിനെയും തമ്മിൽ വേർതിരിക്കുന്ന സൂറത്താണിത്. തൗഹീദിനെയും ഷിർക്കിനെയും തമ്മിൽ വേർതിരിക്കുന്ന സൂറത്താണിത്. അതുകൊണ്ട് ഇത് നമ്മുടെ ജീവിതത്തിന്റെ അടിത്തറയാണ്. കുഫ്ർ എന്നത്, കാഫിർ എന്നത് ഒരു പൊതുവായ പദമാണ് കേട്ടോ. പൊതുവായ പദം എന്ന് പറഞ്ഞാൽ അതിൽ അള്ളാഹുവിനെ നിഷേധിച്ചവരാരോ എല്ലാവരും പെടും. അതിൽ ദീനില്ലാത്തവരും പെടും, യുക്തിവാദികളും പെടും, നിരീശ്വരവാദികളും പെടും, അല്ലെ, സർവമത സത്യവാദികളടക്കം എല്ലാവരും പെടും. യഹൂദര് പെടും, നസാറാക്കൾ പെടും. ഒക്കെ ഈ കുഫറിന്റെ കീഴിലാണ് വരുന്നത്. കാരണം ഒക്കെ അള്ളാഹു കൊണ്ടുവന്ന സത്യത്തെ നിരാകരിച്ചവരും നിഷേധിച്ചവരും തള്ളിക്കളഞ്ഞവരും വ്യാജമാക്കിയവരുമാണ്.
അതുകൊണ്ട് കുഫ്ർ എന്ന വാക്ക് ഒരു പൊതുവായ വാക്കാണ്. അതുകൊണ്ട് കുഫ്ർ എന്ന് പറഞ്ഞാൽ അതിൽ പലതുണ്ട്. കുഫ്റിന്റെ ഇപ്പുറത്താണ് കിടക്കുന്നത് ഇസ്ലാം. അതുകൊണ്ട് ഇസ്ലാമിൽ നിന്ന് വ്യതിചലിച്ചാൽ പിന്നെ എത്തുന്നത് നമ്മൾ പല പേരിട്ട് വിളിച്ചാലും അത് കുഫ്റിന്റെ ആ മൈതാനത്തേക്കാണ്. അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ. കുഫ്റുമായിട്ട് ജീവിച്ചാൽ, കുഫ്റിലായിട്ട് മരിച്ചാൽ, കുഫ്റിലായിട്ട് അള്ളാഹുവിന്റെ അടുക്കിലേക്ക് ചെന്നാൽ നമ്മുടെ ആഖിറം കഷ്ടം തന്നെ. നമ്മൾ ആഖിറം ഏറ്റവും വലിയ പരാജയത്തിന്റെ പടുകുഴിയിലേക്കായിരിക്കും നമ്മളെ കൊണ്ടെത്തിക്കുക. അതുകൊണ്ട് പേടിക്കേണ്ട വിഷയമാണ്. ഈമാനിന്റെ കാര്യത്തിൽ, ഇസ്ലാമിന്റെ കാര്യത്തിൽ പടച്ചോനെ ഞാൻ ഈ നിലയിൽ ഈമാനിന്റെ അഡ്രസ്സിൽ ജീവിക്കുന്നുണ്ട്, എന്റെ ജീവിതത്തിൽ ഞാൻ ശരിയായ മുഅ്മിനും മുസ്ലിമായിട്ടാണോ ജീവിക്കുന്നത് എന്ന ചിന്ത അല്ലെങ്കിൽ ആ പരിശോധന നമുക്കൊക്കെ വേണം. അതുകൊണ്ട് മുസ്ലിം, കാഫിർ, കാഫിർ എന്ന് പറഞ്ഞാൽ എല്ലാവരെയും അല്ലാഹു പെടുത്തിയിട്ടുണ്ട്. ലഖദ് കഫറല്ലദീന ഖാലൂ, അല്ലാഹു പറയാൻ, ലഖദ് കഫറല്ലദീന ഖാലൂ ഇന്നല്ലാഹ ഹുവൽ മസീഹ് ഇബ്നു മറിയം. ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിന്റെ മകനാണ് എന്ന് പറഞ്ഞ വിഭാഗം ആളുകൾ അവർ കാഫിര്യങ്ങളായി പോയിരിക്കുന്നു. അവരെ കുറിച്ച് നമ്മൾ എന്താ പറയാ? ക്രിസ്ത്യാനികൾ, നസാറാക്കൾ എന്നാ പറയാ. അള്ളാഹ് പറഞ്ഞു അവരെ ഏത് കൂട്ടത്തിലാണ്? ഈ കാഫിര്യങ്ങളുടെ കൂട്ടത്തിലാണ്. ലഖദ് കഫറല്ലദീന ഖാലൂ ഇന്നല്ലാഹ സാലിസു സലാസ. അള്ളാഹു മൂന്നിൽ മൂന്നാമനാണ് എന്ന് പറഞ്ഞ ത്രിയേകത്വ സങ്കല്പമുള്ള ആ നിലയിൽ ദൈവത്തെ അല്ലെങ്കിൽ ഇലാഹിനെ കാണുന്ന കുറെ ആളുകളുണ്ട്. അവരും കാഫിര്യങ്ങളായി പോയിരിക്കുന്നു. വഖാലത്തിൽ യഹൂദു ഉസൈർ ഇബ്നുല്ലാഹ്. എന്താ പറഞ്ഞത്? വഖാലത്തിൽ യഹൂദു ഉസൈർ ഇബ്നുല്ലാഹ്. യഹൂദന്മാര് ഒരു കാലത്ത് പറഞ്ഞ വാക്കാണ് ഉസൈർ നബി അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിന്റെ മകനാണ്. ഉസൈർ നബി അലൈഹിസ്സലാം അള്ളാഹുവിന്റെ മകനാണ്. തൊട്ടപ്പുറത്ത് അതുപോലത്തെ വാക്കിനെ കടമെടുത്തുകൊണ്ട് നസാറാക്കളും പറഞ്ഞു എന്ത്? ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിന്റെ മകനാണ്. രണ്ട് വിഭാഗം, ഒന്ന് തൗറാത്തിന്റെ ആളുകളാണ്, രണ്ട് ഇഞ്ചീലിന്റെ ആളുകളാണ്. തൗറാത്ത് ഹക്കാണ്, ഇഞ്ചീൽ ഹക്കാണ്. ഹക്കായിട്ടാണ് അള്ളാഹു ഇറക്കിയത്. ഇവര് കൂട്ടിക്കലർത്തുകൾ ഉണ്ടാക്കുന്നത് വരെ, ഇവരുടെ കൈകടത്തലുകൾ അതിലുണ്ടാകുന്നത് വരെ തൗറാത്തും ഇഞ്ചീലും ഒക്കെ ഹക്കാണ്. ഈ ഹക്കായ കിതാബ് കിട്ടിയ സമുദായം അവർക്ക് കിട്ടിയ ആ തൗഹീദിൽ അല്ലെങ്കിൽ അവർക്ക് കിട്ടിയ ആ ശരീഅത്തിൽ വെള്ളം ചേർത്തപ്പോ അവരെ സംബന്ധിച്ച് അല്ലാഹു പറഞ്ഞു, യുലാഹിഊന ഖൗലല്ലദീന കഫറൂ മിൻ ഖബൽ. ഈ പറയുന്ന ഇവരുടെ വാക്കുകൾ, ഇവരുടെ നിലപാടുകൾ, ഇവരുടെ പ്രസംഗങ്ങൾ മുഴുവൻ കുഫ്റിന്റെ അല്ലെങ്കിൽ കാഫിര്യങ്ങളുടെ നിലപാടിലേക്കാണ് പോകുന്നത്. അതുകൊണ്ട് ഖാതലഹുമുല്ലാഹ്, അല്ലാഹു അവരെ നശിപ്പിക്കട്ടെ എന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയാൻ. മനസ്സിലായോ? അപ്പൊ കുഫ്ർ എന്നതൊരു വിശാലമായ പദാണ്. ആരിൽപ്പെട്ടാലും ഏത് വിഭാഗത്തിൽപ്പെട്ടാലും നമ്മളൊക്കെ കാക്കുമാറാകണം. ഒരു പക്ഷേ 5 വക്ത് നിസ്കരിക്കുന്ന നമ്മുടെ മുസ്ലിം പേരുള്ള ആളുകളുടെ കൂട്ടത്തിൽ പോലും നിരീശ്വരവാദ ചിന്തയും യുക്തിവാദം പറച്ചിലൊക്കെ ആയി ജീവിക്കുന്ന കുറെ ആളുകളുണ്ട്. അള്ളാഹു കാക്കുമാറാകട്ടെ. ഇസ്ലാമിന്റെ പേരിൽ ജീവിച്ച് കുഫ്റിന്റെ ആശയത്തിൽ ജീവിച്ച് അള്ളാഹുവിന്റെ മുമ്പിലേക്ക് പോകുമ്പോൾ ഏതവസ്ഥയിലായിരിക്കും നമ്മുടെ കാര്യത്തിൽ തീരുമാനം എടുക്കുക എന്നുള്ളത് അള്ളാഹു ആലം. അള്ളാഹു നമ്മളൊക്കെ കാക്കുമാറാകട്ടെ. അതുകൊണ്ട് ഇസ്ലാം ഇസ്ലാം തന്നെയാണ്, ഈമാൻ ഈമാൻ തന്നെയാണ്, തൗഹീദ് തൗഹീദ് തന്നെയാണ്. അത് ഒന്നേ ഉള്ളൂ, രണ്ടില്ല, ഒന്നരയില്ല. അതുകൊണ്ട് ഒന്നാണത്. അതാ ഒന്നിൽ തന്നെ നിൽക്കുമ്പോഴേ നമ്മുടെ ഈമാൻ ശരിയാകുള്ളൂ, നമ്മുടെ ദീൻ ശരിയാകുള്ളൂ. അല്ലാഹു പറഞ്ഞു, വമാ യസ്തവിൽ അഅ്മാ വൽ ബസീർ. സൂറത്ത് ഫാത്തിറിൽ കാണാം, വമാ യസ്തവിൽ അഅ്മാ വൽ ബസീർ വലദ്ദുലുമാതു വലന്നൂർ വലദ്ദില്ലു വലൽ ഹറൂർ വമാ യസ്തവിൽ അഹ്യാഉ വലൽ അംവാത്. അല്ലാഹു പറയാൻ, കണ്ണ് കാണുന്നവനും കണ്ണ് കാണാത്തവനും ഒരിക്കലും സമമാകൂലല്ലോ. കണ്ണുള്ളവനും കണ്ണില്ലാത്തവനും സമമാകുമോ? കാഴ്ചയുള്ളവനും കാഴ്ചയില്ലാത്തവനും ഒരുപോലെ ആകുമോ? ഇല്ല. വലദ്ദുലുമാതു വലന്നൂർ. ഇരുട്ടും പ്രകാശവും ഒരിക്കലും ഒന്നാകൂലല്ലോ, ഒരുപോലെ ആകുമോ? ഇല്ല. വലദ്ദില്ലു വലൽ ഹറൂർ. വെയിലും തണലും ഒരിക്കലും ഒന്നാകൂലല്ലോ, ഒരുപോലെയാകൂലല്ലോ. വമാ യസ്തവിൽ അഹ്യാഉ വലൽ അംവാത്. ജീവിച്ചിരിക്കുന്നവനും മരിച്ചവനും ഒരുപോലെയാകുമോ? അല്ലാഹു ചോദിക്കുന്ന ചില പ്രസക്തമായ ചോദ്യങ്ങളാണ്. കണ്ണ് കാണുന്നവനും
കാണാത്തവനും ഒരുമിച്ചാകൂല, അല്ലെങ്കിൽ ഒരുപോലെയാകൂല എന്നത് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാകുന്ന ഒരു ഉദാഹരണവും യാഥാർത്ഥ്യവുമാണെങ്കിൽ കുഫ്റും ഈമാനും അങ്ങനെ തന്നെയാണ്, ഒരിക്കലും സമമാവുകയില്ല. കുഫ്ർ എന്ന് പറയുന്നത് കാഴ്ചയില്ലാത്തതാണ്, അന്ധകാരമാണ്, വെയിലാണ്, മരിച്ച അവസ്ഥയിലാണ്. ഈമാൻ എന്ന് പറയുന്നത് കാഴ്ചയുള്ളതും തണൽ നൽകുന്നതും വെളിച്ചം നൽകുന്നതും ജീവനുള്ളതുമാണ്. അതുകൊണ്ട് ഈമാനിന്റെ അകലുകാരായി ജീവിക്കാനാണ് അള്ളാഹുവിന്റെ കൽപ്പന നമ്മളോട്. കാഫിര്യങ്ങൾ അവരാരായാലും അവർ ദുനിയാവിൽ എന്തൊക്കെ ചെയ്ത് കെട്ടിമറിഞ്ഞാലും ശരി, ഈമാനിന്റെ പിന്മനല്ലെങ്കിൽ അവരുടെ അമലുകൾ അള്ളാഹിന്റെ മുമ്പിൽ സ്വീകരിക്കപ്പെടുകയേയില്ല. അള്ളാഹുവിന്റെ മുമ്പിൽ സ്വീകരിക്കപ്പെടുകയേയില്ല. കാഫിര്യങ്ങളുടെ അമലുകളെ പറ്റി, അവർ ചെയ്യുന്ന അമലുകളുടെ ഉദാഹരണത്തെ പറ്റി പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറയുന്നുണ്ട്. മസലുല്ലദീന കഫറൂ ബിറബ്ബിഹിം അഅമാലുഹും കറമാദിൻ ഇഷ്തദ്ദത് ബിഹിർ റീഹ്. തങ്ങളുടെ റബ്ബിനെ അവിശ്വസിച്ച കാഫിരീങ്ങളായ ആളുകൾ അവർ ചെയ്തു കൂട്ടുന്ന അമലുകൾ, അതിൽ തിന്മകളുണ്ടാവാം, നന്മകളുണ്ടാവാം. നമ്മളിങ്ങനെ പൊക്കിപ്പറയുന്ന കുറെ സ്തുത്യർഹമായ സേവനങ്ങളും കുറെ ഖിദ്മത്തുകളും കുറെ കാര്യങ്ങളും ഉണ്ടാവാം. പക്ഷേ ഈമാൻ എന്ന അടിത്തറ ശരിയാക്കാത്തത് കൊണ്ട് മസലുല്ലദീന കഫറൂ ബിറബ്ബിഹിം, തങ്ങളുടെ റബ്ബിനെ അവിശ്വസിച്ച കുഫ്റിലായി ജീവിച്ച ആളുകളുടെ അമലുകൾ അഅമാലുഹും കറമാദിൻ. റമാദ് എന്ന് പറഞ്ഞാൽ ചാരം പോലെയാണ്. വെണ്ണീറുണ്ടല്ലേ, വെണ്ണീർ ചാരം പോലെയാണ്. എന്താ ചാരത്തിന്റെ പ്രത്യേകത? വെണ്ണീറിന്റെ പ്രത്യേകത അത് അടുപ്പിൽ നിന്ന് അങ്ങ് എടുത്ത് പുറത്തിട്ടാൽ ഒരു ചെറിയ കാറ്റടിച്ചാൽ മതി, ഒരു ചെറിയ കാറ്റടിച്ചാൽ മതി, പിന്നെ അതിന് നിലനിൽപ്പില്ല, എല്ലാം ധൂളികളെ പോലെ പാറിപ്പറന്നു പോകുന്നതായി കാണാൻ കഴിയും. ഒരു കാറ്റങ്ങ് ശക്തമായി അടിച്ചു വീശിയാൽ പിന്നെ ആ ചാരത്തിനൊരു അടിത്തറയില്ല എന്നതുപോലെയാണ് കാഫിരീങ്ങളുടെ അമൽ. ലാ യഖ്ദിറൂന മിമ്മാ കസബു അലാ ഷൈ, അവരെന്ത് ചെയ്താലും അവർക്കതിന്റെ ഉപകാരം കിട്ടാൻ പോകുന്നില്ല. എന്തുകൊണ്ട്? ദാലിക ഹുവദ്ദലാലുൽ ബഈദ്. കുഫ്ർ എന്ന് പറയുന്നത് ഏറ്റവും വിദൂരമായ അങ്ങേയറ്റത്തെ വഴികേടാണ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ കാരുണ്യത്തിലേക്ക് തിരിച്ചു വരാൻ കുറച്ച് പ്രയാസപ്പെടും. അള്ളാഹ് നമ്മളൊക്കെ കാക്കുമാറാകട്ടെ. കുഫ്ർ എന്ന് പറഞ്ഞാൽ പച്ചയായ കുഫ്റിലും വ്യക്തമായ കുഫ്റിലും അത് പറഞ്ഞും പ്രസംഗിച്ചും നടക്കുന്ന ആളുകളിലേക്ക് മാത്രം വേണ്ട, നോക്കിയിട്ട് വിലയിരുത്തണ്ട. ഈ ഇരിക്കുന്ന നമ്മളിലേക്ക് തന്നെ നോക്കാനുണ്ട്. എമ്പാടും ഈ ഇരിക്കുന്ന നമ്മളിലേക്ക് തന്നെ നോക്കാനുണ്ട്. കാരണം കാലം അങ്ങനെയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞല്ലോ, ഒരു കാലം വരും യുസ്ബിഹു മുഅ്മിനൻ വയുംസി കാഫിറ. രാവിലെ മുഅ്മിനായിട്ടുണ്ടാവും, പക്ഷെ വൈകുന്നേരമായപ്പോഴേക്ക് അവൻ കുഫ്റിന്റെ അവസ്ഥയിലായിരിക്കും. വൈകുന്നേരം അവൻ മുഅ്മിനായിരിക്കും, രാവിലെ ആകുമ്പോഴേക്ക് അവൻ കാഫിറായി മാറിയിട്ടുണ്ടാവും. അള്ളാഹു കാക്കുമാറാടാ. ആരെ കുറിച്ചാ പറയണേ? ഈ ഇരിക്കുന്ന നമ്മളെ കുറിച്ചിട്ടാ. മുഅ്മിനീങ്ങളെ പറ്റിയിട്ടല്ലെങ്കിൽ പിന്നെ അങ്ങനെ പറയേണ്ട ആവശ്യമുണ്ടോ? കുഫ്റിൽ ജീവിക്കുന്ന ഒരാളെ പറ്റി അങ്ങനെ പറയണോ? ഈ ഇരിക്കുന്ന നമ്മളെ സംബന്ധിച്ചിട്ടാ പറയുന്നത്. നമ്മളെ അമലുകൾ, നമ്മുടെ ചിന്തകൾ, നമ്മുടെ പഠനങ്ങൾ, നമ്മുടെ ചർച്ചകൾ, വാക്കുകൾ, പ്രവർത്തികൾ, ഇതൊക്കെ ഒരു പക്ഷേ നമ്മളറിയാതെ കുഫ്റിലേക്ക് കൊണ്ടുപോയി തള്ളും. നമ്മൾ വലിയ പ്രതീക്ഷയോടുകൂടി ചെയ്യുന്ന കുറെ അമലുകളൊക്കെ ഉണ്ട്, അതൊക്കെ ഇതോടുകൂടി പാഴാവും. അള്ളാഹു നമ്മളൊക്കെ കാക്കുമാറാട്ടെ. ഈമാനിൽ ഇസ്തിഖാമത്ത് കിട്ടാൻ വേണ്ടി ദുആ ചെയ്യണമെന്ന് ഉലമാക്കൾ പറയുന്നതിന്റെ പ്രാധാന്യം അതുകൊണ്ടാണ്. വീണ്ടും അള്ളാഹു പറഞ്ഞു, വല്ലദീന കഫറൂ അഅമാലുഹും കസറാബിൻ ബിഖീഅതിൻ യഹ്സബുഹു ളംആനു മാഅ. വല്ലദീന കഫറൂ അഅമാലുഹും, കാഫിരീങ്ങളായ ആളുകൾ അവരുടെ അമലുകളുടെ, അവർ ചെയ്യുന്ന പ്രവൃത്തികളുടെ ഉദാഹരണം, ഉപമ കസറാബിൻ. സറാബ് എന്ന് പറഞ്ഞാൽ എന്താണ്? മരീചിക പോലെയാണ്. മരീചിക എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? മരുഭൂമിയിൽ കൂടിയൊക്കെ യാത്ര ചെയ്യുന്നവർക്ക് അനുഭവപ്പെടുന്ന ഒരു തരം അവസ്ഥ. ദീർഘമായി ഇങ്ങനെ യാത്ര ചെയ്യുന്ന ഒരാള്, മരുഭൂമി ഇങ്ങനെ വിശാലമായി പരന്നു കിടക്കാണല്ലോ, ഇപ്പുറത്ത് നിന്ന് അപ്പുറത്തേക്ക് നോക്കിയാൽ വെള്ളം ഇങ്ങനെ തളം കെട്ടി നിൽക്കുന്നതായി തോന്നും. അത് മരുഭൂമിയിൽ തന്നെ പോകണ്ട. നമ്മുടെ നാട്ടിൽ ഏതെങ്കിലും ഒരു റോഡ് ഇങ്ങനെ അത്യാവശ്യം സ്ട്രെയിറ്റ് ആയി നിൽക്കുന്നത് കണ്ടാൽ ഇങ്ങേ തലക്കുന്നത് അങ്ങേ തലക്ക് നോക്കിയാൽ അങ്ങനെ കണ്ട അനുഭവം ഉണ്ട്. അതുകൊണ്ട് പറയാട്ടോ, ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കിയാൽ അവിടെ ഇങ്ങനെ വെള്ളം നിൽക്കുന്നത് ഇങ്ങനെ പോലെ തോന്നും. കസറാബിൻ, അതുപോലെയാണ് അവരുടെ അമലുകൾ. ദാഹിച്ചു വലഞ്ഞൊരു മനുഷ്യൻ ദാഹത്തിന്റെ കാഠിന്യം കൊണ്ട് വെള്ളം കിട്ടുമോ എന്ന് അന്വേഷിച്ച് നടക്കുമ്പോ അങ്ങകലെ മരീചിക പോലെ വെള്ളം തളം കെട്ടി നിൽക്കുന്നതായി അവന് തോന്നുമ്പോ അവന് ധൃതി പിടിച്ചോടുകയാണ്. അവൻ അങ്ങോട്ട് എത്തുമ്പോഴേക്ക് അവിടെ നിന്ന് കണ്ട വെള്ളം പിന്നെ അവിടെ ഇല്ലാത്ത അവസ്ഥ. പിന്നെ അവിടെ നിന്ന് നോക്കിയ കുറച്ചപ്പുറത്ത് പിന്നെ അവിടെ കാണും വെള്ളം, വീണ്ടും അങ്ങോട്ട് ഓടുകയാണ്.
അവിടെ എത്തുമ്പോൾ അവിടെയും വെള്ളമല്ല, പിന്നെ അതിനപ്പുറത്ത് കാണുക എന്ന് പറഞ്ഞാൽ എത്തിപ്പിടിക്കാൻ പറ്റാത്ത ലക്ഷ്യത്തിലേക്കുള്ള പോക്കിന്റെ പേരാണ് കുഫ്ർ. ഒരിക്കലും ഒരു ലക്ഷ്യത്തിലേക്കും കുഫ്ർ എത്തൂല. അല്ലാഹു നമ്മളൊക്കെ കാക്കുമാറാകട്ടെ. ഹത്താ ഇദാ ജാഅഹു ലം യജിദുഹു ഷൈഅ. അല്ലാഹു പറഞ്ഞു വവജദല്ലാഹ ഇൻദഹു ഫവഫാഹു ഹിസാബ. എല്ലാത്തിന്റെയും ഓട്ടങ്ങൾക്ക് ശേഷം എന്ന് പറഞ്ഞാൽ വെള്ളം തേടിയുള്ള അവന്റെ അലച്ചിലുകൾക്ക് ശേഷം ഒന്നും കിട്ടൂല എന്ന് തോന്നി തുടങ്ങുന്നിടത്ത് മനുഷ്യന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് ഒരു ഉൾവിളി വരും. അവൻ ആരായാലും പറയും. അല്ല ഇല്ലാന്ന് അത്രയും കാലം പ്രസംഗിച്ചവനായാലും ജീവിതം വഴിമുട്ടുമ്പോ ഒരു വഴിയും ഇനി മുന്നിലില്ല, ഇനി രക്ഷപ്പെടാൻ ഒരു പഴുതുമില്ല എന്ന് കാണുമ്പോ അവസാനം അവന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് വരുന്ന ഒരു വിളിയുടെ പേരാണ് അല്ലാഹ്. എല്ലാം കഴിഞ്ഞ് അവസാനം മുട്ടുമ്പോ പ്രയാസപ്പെടുമ്പോ അല്ലാ എന്ന ഓർമ്മ വരും. ഫവഫാഹു ഹിസാബ. പക്ഷെ അപ്പോഴേക്ക് അവന്റെ ഹിസാബിന്റെ സമയമൊക്കെ ആയിട്ടുണ്ടാവും. ആ സമയത്ത് വിളിച്ചിട്ട് കാര്യമുണ്ടാവും. മരണത്തിന്റെ സമയത്ത് ജീവിതം തീരുന്ന നേരത്ത് അള്ളാഹുവിനെ കുറിച്ച് ബോധമുണ്ടായി അള്ളാഹുവിനെ വിളിച്ചാൽ ആ വിളി പ്രയോജനം ചെയ്യൂലെന്ന് ഫിർഔനിന്റെ ജീവിതത്തിലൂടെ അള്ളാഹു നമുക്ക് പഠിപ്പിച്ചതിന്റെ അനുഭവങ്ങൾ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട് അല്ലേ. ഫിർഔൻ വെള്ളത്തിൽ മുങ്ങിച്ചാകുന്ന നേരത്താണ് അള്ളാഹിനെ വിളിച്ചത് അല്ലേ. അള്ളാഹിനെ വിളിച്ചിട്ടും പറഞ്ഞു ലാ ഇലാഹ ഇല്ലല്ലദീ എന്നാ പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ചെങ്കടലിന്റെ ഓളപ്പരപ്പിലേക്ക് അവൻ ആഴ്ന്നിറങ്ങുമ്പോ മുങ്ങിച്ചാകുന്ന നേരത്ത് രക്ഷപ്പെടാൻ വേണ്ടി മറുകരയിൽ ഇങ്ങോട്ട് നോക്കി നിൽക്കുന്ന മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിനെ നോക്കി ബനു ഇസ്രായേലരായ സാധുക്കളെ നോക്കിയിട്ട് ഫിർഔൻ പറഞ്ഞ ചില വാക്കുകളുണ്ട്. മൂസ, നിന്റെ റബ്ബിനോട് എന്നെ രക്ഷപ്പെടുത്താൻ പറ. നീ ഇത്രയും കാലം വിളിച്ച ഏകനായ ആരാധ്യനായ മറ്റാരും കൂട്ടിനില്ലാത്ത അള്ളാഹുവിനെ അംഗീകരിക്കാനും അനുസരിക്കാനും മുസ്ലിമീങ്ങളായ നിങ്ങളുടെ കൂട്ടത്തിൽ പെടാനും ഞാനിപ്പോ ആഗ്രഹിക്കുന്നു മൂസ, ഞാനിപ്പോ ആലോചിക്കുന്നു മൂസ, ഞാൻ തീരുമാനം പറയാണ്, നിന്റെ റബ്ബിനോട് എന്നെ ഒന്ന് രക്ഷപ്പെടുത്താൻ പറ. എല്ലാം തീരുന്ന നേരത്താണ് അള്ളാഹ് ആരായിരുന്നു എന്ന ബോധം ഇതെല്ലാവർക്കും വരും. ഏത് നിരീശ്വരവാദിയായാലും ഏത് യുക്തിവാദിയായാലും മരണത്തിന്റെ ഭയാനകരമായ അവസ്ഥ, അതിന്റെ ആ ഭീകരമായ ഹാലാത്തുകൾ അള്ളാഹു നമുക്ക് കാണിച്ചു തരാത്തതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഓരോ മരണവും നമ്മളെ ആഖിറത്തിലേക്ക് എത്തിക്കും. ഓരോ മരണത്തിലും അള്ളാഹുവിനെ നമ്മൾ മനസ്സിലാക്കും. അതുകൊണ്ട് അള്ളാഹുവിനെ നിഷേധിച്ചു കഴിയുന്ന ആളുകൾ, അള്ളാഹുവിന്റെ കാര്യത്തിൽ സംശയമുള്ള ആളുകൾ മരിക്കുന്ന സമയത്ത് അവർക്ക് ഉറപ്പ് വരുന്ന ഒരു ഘട്ടം വരാനുണ്ട്. ഫിർഔനിന് വന്നിട്ടുണ്ടെങ്കിൽ പിന്നെന്താ ഇത്തിരിക്കണ്ണികളായ നമുക്ക് വരൂലേ? അന റബ്ബുക്കുമുൽ അഅല, ഞാനാണ് ഏറ്റവും ഉന്നതനായ റബ്ബ് എന്ന് പറഞ്ഞ് അഹങ്കാരം പറഞ്ഞവനാണ്. നമ്മളാരും നമ്മൾ റബ്ബാണെന്ന് പറയണ്ടോ? ഇല്ലല്ലോ. അലൈസലി മുൽക്കു മിസ്ര വഹാദിൽ അൻഹാറു തജ്രി മിൻ തഹ്തി, ഈ മിസ്റിന്റെ സാമ്രാജ്യം എന്റെ കാൽ കീഴിലാണെങ്കിൽ ഈ നൈലും ഈ ചെങ്കടലും അത് എന്റെ മണ്ണിലൂടെയാണ് ഒഴുകുന്നതെങ്കിൽ ഞാനാണ് അതിന്റെ ഒഴുക്ക് നിയന്ത്രിക്കുന്നവൻ, ഞാനാണതിനെ ഒഴുക്കിക്കൊണ്ടിരിക്കുന്നവൻ, ഞാനാണതിനെ നിയന്ത്രിക്കുന്നവനെന്ന് ഫിർഔൻ അത്യുച്ചത്തിൽ അഹങ്കാരത്തിന്റെ വർത്തമാനം പറഞ്ഞു. ഫിർഔനിനോളം വർത്തമാനമൊന്നും നമ്മളെ നാട്ടിലുള്ള യുക്തിവാദികളും നിഷേധികളൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. എന്നിട്ടും ഫിർഔനെ ഹക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത്രത്തോളൊന്നും പറയാത്ത നമുക്ക് എന്തായാലും ഫിർഔനിന് ബോധ്യപ്പെട്ടതിനേക്കാൾ കൂടുതൽ ഒരു പക്ഷേ ബോധ്യപ്പെട്ടേക്കാം. ഫിർഔൻ വിളിച്ചതുപോലെ മരണത്തിന്റെ സമയത്ത് അല്ലാ എന്ന് വിളിച്ചേക്കാം. പക്ഷെ മാലം യുഗർഗർ, തൊണ്ടക്കുഴലിൽ നിന്ന് മൗത്തിന്റെ ആ കണ്ടനാടി വിട്ടുമാറുന്ന സമയത്ത്, അല്ലെങ്കിൽ ശരീരത്തിൽ നിന്ന് റൂഹ് വിട്ടൊഴിയുന്ന നേരത്ത് അല്ലാ എന്ന വിളിക്ക് അള്ളാഹു ഉത്തരം നൽകൂല. അള്ളാഹ് നമ്മളൊക്കെ കാക്കുമാറാകട്ടെ. അള്ളാഹ് ഫിർഔനോട് ചോദിച്ച മറുപടി ഖുർആനിലുണ്ട്. ആൽ ആന വഖദ് അസൈത് ഖബ്ലു വകുൻത മിനൽ മുഫ്സിദീൻ. ഫിർഔനെ, നിനക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാനും തിരിച്ചറിയാനുള്ള പക്വതയും പാകതയും ആയുസ്സും ജീവിതവും അവസരമൊക്കെ ഞാൻ തന്നിട്ട് ഇത്രയും കാലം നീ ധിക്കരിച്ചില്ലേ, നീ അഹങ്കരിച്ചില്ലേ? ആൽ ആന, എന്നിട്ട് ഇപ്പോഴാണോ നിനക്ക് മനസ്സിന് മാറ്റം വന്നത്? ഇപ്പോഴാണോ നിനക്ക് ഞാൻ ആരാണെന്ന ബോധ്യം വന്നത്? ഇപ്പോഴാണോ എന്നെ തിരിച്ചറിയാനും എന്നെ അംഗീകരിക്കാനും അനുസരിക്കാനും നിന്റെ മനസ്സിന് പാകം വന്നത്? വകുൻത മിനൽ മുഫ്സിദീൻ, നീ അക്രമകാരിയാണ്, നീ അക്രമകാരിയാണ്. അതുകൊണ്ട് ഫല്യൗമ നുനജ്ജീക ബിബദനിക ലിതകൂന ലിമൻ ഖൽഫക ആയ. അല്ലാഹ് അന്നത് പറഞ്ഞു, ഇന്ന് നമ്മളത് നേർക്കണ്ണുകളോടുകൂടി നേർക്കാഴ്ചയിൽ കാണാണ്. ഫിർഔനിന്റെ ജഡം നീട്ടിയിട്ട് കടത്തിയിട്ടുണ്ട്. അത് ഒരു ഡെമ്മിയായി ഒരു ടൂറിസം വകുപ്പിന് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അള്ളാഹു ഒരുക്കി വെച്ച സാധനമല്ല. പിന്നെ ഈ ഇരിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും വലിയ പാടാണ്. അള്ളാഹു ആരാണെന്ന് ബോധ്യപ്പെടുന്ന ഒരു സമയം ജീവിതത്തിൽ എന്തായാലും വരും. ആ വരുന്ന സമയത്തിന്റെ മുമ്പാണ് അള്ളാഹുവിനെ തിരിച്ചറിയേണ്ടത് എന്ന ഏറ്റവും വലിയ പാഠം ഫിർഔനിന്റെ ജഡത്തിലേക്ക് നോക്കിയാൽ മനസ്സിലാവും. അതിന് ഞാൻ അവിടെ തന്നെ പോയി മനസ്സിലാക്കണമെന്നില്ല, നമ്മളെ കയ്യിലും ഫോണിലൊക്കെ ഉണ്ടല്ലോ. എന്നാലും നമുക്ക് ആ തിരിച്ചറിവ്
ഉണ്ടാകണം. നമ്മൾ എന്തോ വലിയ സാധനം എന്ന് പറഞ്ഞ് നമ്മൾ അത്ഭുതം കൂറാണ്. അള്ളാഹുവിന്റെ മുമ്പിൽ അവനൊരു നത്താണ്, ഒന്നുമില്ല. അവന്റെ സകല സാമ്രാജ്യങ്ങളെയും അള്ളാഹു നൈലിലിട്ട് മുക്കിക്കൊന്നതാണ്. എല്ലാം അള്ളാഹു തച്ചുടച്ചു കളഞ്ഞു. പക്ഷേ ആ അവസാന സമയത്തുണ്ടായ തിരിച്ചറിവിന് അള്ളാഹുവിന്റെ മുമ്പിൽ ഒരു പ്രയോജനം ഉണ്ടായില്ല. അവന് ഫിർഔനിന് കിട്ടിയില്ലെങ്കിൽ പിന്നെ നമുക്ക് കിട്ടുമോ? അതുകൊണ്ട് അള്ളാഹ് തന്ന ഈമാൻ, അള്ളാഹ് തന്ന ഹിദായത്ത്, ഇത് നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടാൽ ഇതിന്റെ ഉത്തരവാദികള് നമ്മൾ തന്നെയാണ്. ഇന്നല്ലദീന കഫറു സവാഉൻ അലൈഹിം അഅൻദർതഹും അം ലം തുൻദിറുഹും ലാ യുഅ്മിനൂൻ. ഇന്ന് സൂറത്തുൽ ബഖറയുടെ 5 ആയത്ത് നമ്മൾ ഓതി വെച്ചല്ലോ, ഖത്മിന്റെ തുടക്കം. അതിനുശേഷം വരുന്ന തൊട്ടപ്പുറത്തുള്ള ആയത്താണ് ഇന്നല്ലദീന കഫറു, തീർച്ചയായും കാഫിരീങ്ങളായ ആളുകൾ, സവാഉൻ അലൈഹിം അഅൻദർതഹും അം ലം തുൻദിറുഹും ലാ യുഅ്മിനൂൻ. അല്ലാഹു പറയാൻ, നബിയെ നിങ്ങൾ അവരെ എത്ര ഉപദേശിച്ചിട്ടും കാര്യമില്ലട്ടോ. നിങ്ങൾ ഉപദേശിച്ചാലും ഉപദേശിച്ചില്ലെങ്കിലും ഒക്കെ കണക്കാണ്. കുഫ്റിന്റെ ആശയം ഉള്ളിലുറപ്പിച്ചിട്ട് ഞാനിതിൽ നിന്ന് പുറത്തു ചാടൂല എന്ന ആ ഒരു മനസ്സോടുകൂടി കാര്യങ്ങളെ സമീപിച്ചാൽ കുഫ്റിന് രക്ഷപ്പെടാൻ കഴിയില്ല. ഒരു പക്ഷേ കുഫ്ർ എന്താണെന്ന് മനസ്സിലാകാതെ കുഫ്റിൽപ്പെട്ട ആളുകളുണ്ടാവും. ഒരു വേന്തവും സത്യത്തിലേക്ക് എത്തും. പക്ഷേ കുഫ്റാണെന്ന് അറിഞ്ഞിട്ടും അതിൽ ഷടിച്ചു നിൽക്കുന്നവർ, പിടിച്ചു നിൽക്കുന്നവർ, ഞാനിത് വിട്ടങ്ങ് വരൂല, എന്റെ മുമ്പിൽ നിങ്ങൾ എത്ര ഹക്ക് ബോധ്യപ്പെടുത്തിയിട്ടും കാര്യമില്ല, ഞാൻ വിട്ടുവരൂല എന്ന് പറയുന്ന ആ നിലപാടുള്ള കുറെ ആളുകളുണ്ട്. സവാഉൻ അലൈഹിം അഅൻദർതഹും അം ലം തുൻദിറുഹും, അവർക്ക് നിങ്ങൾ മുന്നറിയിപ്പ് നൽകിയാലും ഇല്ലെങ്കിലും ഒക്കെ സമമാണ്. ലാ യുഅ്മിനൂൻ, അവർ വിശ്വസിക്കൂല നബിയെ. എന്തുകൊണ്ട് ഖതമല്ലാഹു അലാ ഖുലൂബിഹിം വഅലാ സംഇഹിം വഅലാ അബ്സാരിഹിം ഗിശാവ വലഹും അദാബുൻ അദീം. എന്താ അവർക്ക് സത്യം മനസ്സിലാക്കാൻ കഴിയാത്തത്? അവരുടെ ഈ ഷടിച്ച ദുഷിപ്പുള്ള മനസ്സിന്റെ കട്ടി കാരണം, അതിന്റെ കറുപ്പ് കാരണം, അതിന്റെ കാഠിന്യം കാരണം ഖതമല്ലാഹു അലാ ഖുലൂബിഹിം, അവരുടെ ഹൃദയങ്ങൾക്ക് അല്ലാഹു സീല് വെച്ചു. വഅലാ സംഇഹിം വഅലാ അബ്സാരിഹിം, അവരുടെ കാഴ്ചകൾക്ക് അല്ലാഹു മൂടിയിട്ടു, അവരുടെ കാതുകൾക്ക് അല്ലാഹു അടപ്പിട്ടു. ഇനി അവർ ഒന്നും കാണൂല, അല്ലെങ്കിൽ ഒന്നും കേൾക്കൂല. അവർക്ക് ചിന്തിക്കേണ്ടതൊന്നും ചിന്തിക്കാനുള്ള പക്വത ഇനി ഉണ്ടാവൂല. വലഹും അദാബുൻ അദീം, അവർക്ക് വേണ്ടി കാത്തിരിക്കുന്നത് വേദനാജനകമായ ഭയാനകരമായ ശിക്ഷയാണ് എന്ന് അല്ലാഹു പറയാം. وَلَقَدْ ذَرَأْنَا لِجَهَنَّمَ كَثِيرًا مِنَ الْجِنِّ وَالْإِنسِ. അല്ലാഹു പറയാൻ, മനുഷ്യരിൽ നിന്ന് കുറെ ആളുകളുണ്ട്, ജിന്നുകളിൽ നിന്നും കുറെ ആളുകളുണ്ട്. അവരുടെ ജീവിതവും പോക്കും, അവരുടെ ജീവിതത്തിന്റെ അമലുകളൊക്കെ അവരെ കൊണ്ടെത്തിക്കുന്ന എവിടേക്കാണ്? നരകത്തിലേക്കാണ്. നരകത്തിന്റെ സൃഷ്ടിപ്പുകളും നരകത്തിന്റെ വിറുകൊള്ളികളുമാണവർ. എന്താണ് അവരുടെ പ്രത്യേകത? ലഹും ഖുലൂബുൻ ലാ യഫ്ഖഹൂന ബിഹാ, അവർക്കല്ലാഹു ഹൃദയങ്ങളെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഹൃദയങ്ങൾ കൊണ്ട് ചിന്തിക്കാൻ പറഞ്ഞതൊന്നും ചിന്തിക്കാത്ത ആളുകൾ, ചിന്തിക്കേണ്ട വഴിക്ക് ചിന്തയെ കൊണ്ടുപോകാത്ത ആളുകൾ, ചിന്തിക്കരുതെന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിലേക്ക് മാത്രം ഇങ്ങനെ ആലോചനയുമായി, ചിന്തയുമായി ഇങ്ങനെ ഒരു നിയന്ത്രണവും ഇല്ലാതെ സഞ്ചരിക്കുന്ന കുറെ ആളുകളുണ്ട്. ചിന്തകൾക്കൊക്കെ നമ്മൾ വിരാമിടണം. ഇന്ന് ചിന്തകൾക്കാണ് കൂടുതൽ പ്രസക്തി, അല്ലേ? അതുകൊണ്ടാണല്ലോ ചിന്തകന്മാര്, യുക്തിവാദികൾ, അല്ലേ? ഒരു യുക്തി ഇല്ലാത്ത വാദമാണ് യുക്തിവാദി എന്ന് പറയുന്നത്. മനസ്സിലായോ? അല്പം യുക്തി ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ വാക്കൊന്നും പറയില്ല. ഞാന് തുറന്നു പറയാണ്, യുക്തിവാദികളായി നമ്മുടെ നാട്ടിൽ പലപ്പോഴും പലരിൽ നിന്നൊക്കെ നമ്മൾ കേട്ട് ശീലിക്കുന്ന ആള്, കൂട്ടത്തിൽ പ്രധാനപ്പെട്ട ഒരാൾ മരിച്ചപ്പോൾ അതിന്റെ അനുസ്മരണ സമ്മേളനത്തിൽ പറഞ്ഞൊരു വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോന്നറിയില്ല. കൂട്ടത്തിൽ മരിച്ച യുക്തിവാദവും നിരീശ്വരവാദവും ഒക്കെയാണ് അവരുടെ ജീവിതത്തിന്റെ മുഖമുദ്ര എന്നുള്ളത് പലപ്പോഴും അവർ തെളിയിച്ച ആളുകളാണ്. അവരിൽ നിന്നൊരാൾ മരിച്ചപ്പോ ആ മരിച്ച ആളുകളുടെ ഓർമ്മയ്ക്ക് വേണ്ടി ഒരു അനുസ്മരണ സമ്മേളനം നടത്തിയപ്പോ മൈക്കിന്റെ മുമ്പിൽ നിന്നിട്ട് വാക്കുകൾ ഇടറിപ്പോ പറഞ്ഞ വാക്കുണ്ട്, ചില കാര്യങ്ങൾ അത് നമ്മൾ ശ്രദ്ധിച്ചോന്നറിയില്ല. അയാൾ പറയാണ്, മരണം ഇത് നമുക്ക് താങ്ങാവുന്നതിലും അപ്പുറമാണ്. എന്നിട്ട് അങ്ങനെ അതിനെ വിശദീകരിച്ചുകൊണ്ട് അവസാനം പറഞ്ഞ് ചില കാര്യങ്ങളൊന്നും നമ്മുടെ കയ്യിലല്ലല്ലോ എന്ന് പറഞ്ഞു. എന്താ പറഞ്ഞേ? ചില കാര്യങ്ങളൊന്നും നമ്മളെ ഇതുവരെ ബുദ്ധി കൊണ്ടല്ല ഒതുക്കിയ ആൾക്കാരാണ്. ബുദ്ധി കൊണ്ടും ചിന്ത കൊണ്ടും എല്ലാം ഒതുക്കിയെന്ന് ആ നിലയിൽ വിശ്വസിക്കുകയും ആ നിലയിൽ പറഞ്ഞു പറക്കുകയും ചെയ്ത ആളുകൾ അവസാനം ഒരു മരണം അതിനെ തടുക്കാൻ കഴിയാത്ത അവസ്ഥ വന്നപ്പോ അറിഞ്ഞാണോ അറിയാതെയാണോ പറഞ്ഞെന്നറിയില്ല,
പക്ഷെ പറഞ്ഞ കാര്യം ശ്രദ്ധിക്കണം. ചില കാര്യങ്ങളൊന്നും നമ്മുടെ കയ്യിൽ നിൽക്കുന്നതല്ലല്ലോ എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ നിൽക്കാത്ത കുറെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന ഒരു ശക്തി ഇതിന്റെ അപ്പുറത്തുണ്ട് എന്ന് അയാൾ പറയാതെ പറഞ്ഞു. സമ്മതിക്കാതെ സമ്മതിച്ചു എന്ന് വേണം മനസ്സിലായി. നമ്മളെ കയ്യിലില്ലെങ്കിൽ പിന്നെ ആരുടെ കയ്യിലാണ്? ആരുടെ കയ്യിലാണ്? അതാ നിലയിൽ ആലോചിച്ചാൽ മതി. ഇത്രേ ഉള്ളൂ യുക്തിവാദം എന്നൊക്കെ പറയുന്നത്. ഒരു യുക്തി ഇല്ലാത്ത വാദത്തിന്റെ പേരാണ് യുക്തിവാദം. അത് നമ്മളെ ചെറുപ്പക്കാരെ നല്ലോണം കാർന്ന് തിന്നുണ്ട്. അതുകൊണ്ട് ആ വിഷയം ഗൗരവമാണ്. ആ വിഷയം വലിയ ഗൗരവമാണ്. ഇതിന്റെ വിത്താണ് നമ്മുടെ നാട്ടിലെ മയക്കുമരുന്നുകളും ഇങ്ങനത്തെ പല പ്രശ്നങ്ങളും കേസുകളൊക്കെ. അള്ളി ആഖിറുമില്ല, ദീനുമില്ല, ബോധമില്ല. പിന്നെ ഓനെന്തും ചെയ്തൂടെ? ഓനെ എങ്ങനെ ജീവിച്ചൂടെ? എന്തും ഉപയോഗിച്ചൂടെ? അള്ളാഹിനെ കുറിച്ച് ബോധം ഉണ്ടാവണം, ദീനിനെ കുറിച്ച് ബോധം ഉണ്ടാകണം, ആഖിറത്തെ കുറിച്ച് പേടിയുണ്ടാകും. എങ്കിൽ അവന്റെ ജീവിതത്തിൽ ഹറാമുകൾ വരൂല. എങ്കിൽ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ നമ്മുടെ നാട്ടുകളിൽ നടക്കൂല. ലഹും ഖുലൂബുൻ ലാ യഫ്ഖഹൂന ബിഹാ, അവർക്ക് ഹൃദയങ്ങളുണ്ട് പക്ഷെ ചിന്തിക്കാൻ പാടില്ലാത്തതാണ് അവർ ചിന്തിച്ചത്. വലഹും അഅ്യുനുൻ ലാ യുബ്സിറൂന ബിഹാ, അവർക്ക് കണ്ണും കാഴ്ചയൊക്കെ പടച്ചോൻ കൊടുത്തിട്ടുണ്ട് പക്ഷെ കാണാൻ പറഞ്ഞതല്ല ഇത്രയും കാലം അവർ കണ്ടത്. വലഹും ആദാനുൻ ലാ യസ്മഊന ബിഹാ, അവർക്ക് ചെവികളുണ്ട് പക്ഷെ കേൾക്കേണ്ടതൊന്നും ഇതുവരെ അവർ കേട്ടിട്ടില്ല. കേൾക്കാൻ പറഞ്ഞതൊന്നും ചെവി കൊടുത്ത് കേൾക്കാൻ അവർ മനസ്സ് കാണിച്ചിട്ടില്ല. എന്നിട്ട് അള്ളാഹു അവരെ കുറിച്ച് എന്താ പറഞ്ഞത്? അവർക്ക് നല്ലൊരു ഉപമ, ഒരു ഉദാഹരണം, ഒരു ചേർത്ത് ഒരു ഓമനപ്പേരിട്ടു. ഉലായിക കൽ അൻആം, അവരാരാണ്? ഇങ്ങനെ ലക്കും ലഗാനും നിയന്ത്രണമില്ലാതെ നടക്കുന്ന നാൽക്കാലികളുണ്ടല്ലോ, കാലികൾ, അതന്നെ അവരുടെ ജീവിതം. എന്നിട്ട് അള്ളാഹ് പറയാൻ ബൽഹും മലൽ, എന്തിനാ നാൽക്കാലികളെ പറയണത്? അല്ലേ? എന്തിനാ ഇറ്റങ്ങളോട് ചേർത്ത് പറഞ്ഞ് ഇറ്റങ്ങളുടെ മഹത്വം കളയുന്നത്? മൃഗങ്ങൾക്ക് വകതിരിവല്ലോ കൊടുത്തുകണോ? വേർതിരിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ബുദ്ധി കൊടുത്തോ? കാഴ്ചയും കേൾവിയൊക്കെ കൊടുത്തുകണം. പക്ഷേ ചിന്തിച്ച് മനസ്സിലാക്കാനുള്ള പക്വത ആർക്കില്ല? ഈ പറഞ്ഞ നാൽക്കാലികൾക്കില്ല. പക്ഷെ ഈ പറഞ്ഞ സാധനം ആർക്കുണ്ട്? ഈ ഇരുകാലികൾക്കുണ്ട്. ആർക്കുണ്ട്? ഈ ഇരുകാലികൾക്കുണ്ട്. എന്നിട്ട് അള്ളാഹ് പറയാം ബൽഹും അലൽ, അല്ല ഇതിനേക്കാളൊക്കെ മോശാണ് അവർ. ഉലൈക ഹുമുൽ ഗാഫിലൂൻ, അവർ എത്ര വലിയ അശ്രദ്ധയിലാണ് ജീവിക്കുന്നത്. അള്ളാഹ് നമ്മളൊക്കെ കാക്കുമാറാകട്ടെ. നമ്മളെയും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ നാടിനെയും നാട്ടുകാരെയും എല്ലാവരെയും അള്ളാഹു കാക്കട്ടെ. സർവ്വവിധ ഫിത്നകളിൽ നിന്ന്, സർവ്വവിധ വലാലത്തുകളിൽ നിന്ന്, സർവ്വവിധ ഹറാമിയത്തുകളിൽ നിന്ന് അള്ളാഹു നമ്മളൊക്കെ കാക്കുമാറാകട്ടെ. ഈമാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും വലിയ ഘടകമാണ്. അതെങ്ങാനും കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടാൽ പിന്നെ ദുനിയാവ് പോയിട്ടോ ആഖിറവും പോയി. ആരും നമ്മളെ കൈപിടിക്കാണ്ടാവില്ല, ആരും നമ്മളെ പിന്താങ്ങാണ്ടാവില്ല. ഇന്ന് ദുനിയാവിൽ കുറെ ആൾക്കാരുണ്ടാവും സിന്ദാബാദ് വിളിക്കാനും നമ്മളെ കൈപിടിക്കാനും നമ്മൾ പറയുന്ന ഓരോ പ്രസംഗത്തിനും വാക്കുകൾക്കും കൈയടിക്കാൻ ഇന്നാളുണ്ടാവും. പക്ഷേ ഈ ശബ്ദമിടറുന്ന ഒരു നേരം വരാനുണ്ട്, റൂഹ് പിരിയുന്ന സമയം. ഈ പറഞ്ഞ മൂടുതാങ്ങികൾ ആരും വരൂല. ഈ പറഞ്ഞ ആരും നമ്മളെ കൂട്ടത്തിലുണ്ടാവില്ല. ഒറ്റക്കാണ് മരിക്കേണ്ടത്, ഒറ്റക്കാണ് ബർസഖിൽ കിടക്കേണ്ടത്, ഒറ്റക്കാണ് അല്ലാഹുവിനെ കണ്ടുമുട്ടേണ്ടത്. ഒറ്റക്കേ ഉണ്ടാവൂ. ആരെങ്കിലും ഉണ്ടാകുന്നു നമ്മൾ ധരിച്ചാൽ അത് ഏറ്റവും വലിയ വിഡ്ഢിത്താണ്, അത് ധാരണയാണ്. അതുകൊണ്ട് ഒറ്റക്കാകുന്ന ലോകത്തേക്ക് ഏറ്റവും ആവശ്യം നമുക്ക് നമ്മുടെ ഈമാനും ആദർശവും ദീനും അള്ളാഹുവിന്റെ തൃപ്തിയാണ്. അതുകൊണ്ട് ദുനിയാവിന്റെ ആളുകൾക്ക് വേണ്ടി ദുനിയാവിന്റെ ഭൗതികമായ ലക്ഷ്യങ്ങളും സ്വപ്നങ്ങളും മുന്നിൽ കണ്ടിട്ട് ദീനിനെ വിട്ടെറിഞ്ഞു പോകുന്നവരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വിട്ടെറിയാനുള്ള മനസ്സ് നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ, അത് ഇന്നത്തോടുകൂടി നിർത്തിയിട്ടില്ലെങ്കിൽ വലിയ അപകടത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. പ്രത്യേകിച്ച് ദീനില്ലായ്മ കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. അത് ഏറ്റവും വലിയ ഇസ്ലാമിന്റെ ഒരു ഫത്ഹിലേക്കാണ് പോകുന്നതെങ്കിലും അവനവന്റെ കാര്യം നോക്കിയാൽ വലിയ അപകടങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ആ കാലം, രാവിലെ മുഅ്മിനാണെങ്കിൽ വൈകുന്നേരം അവൻ കുഫ്റിലാണ്, വൈകുന്നേരം ഈമാനിലാണെങ്കിൽ രാവിലെ ആകുമ്പോഴേക്ക് അവൻ കുഫ്റിലേക്ക് മാറുകയാണ്. ഹദീസിൽ കാണാൻ കഴിയും, തുച്ഛമായ ദുനിയാവിന്റെ ആഗ്രഹങ്ങളും ആശകളും സ്വപ്നങ്ങളും നേട്ടങ്ങളും കിട്ടാൻ വേണ്ടി ഓനവന്റെ ദീനിനെ വിറ്റുകളയും, ഓനോന്റെ ദീനിനെ വിറ്റുകളയും. ഇതിന്റെ ഭയാനകരമായ അവസ്ഥകൾ നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹു നമ്മളൊക്കെ കാക്കുമാറാകട്ടെ. അതുകൊണ്ട് സൂറത്തുൽ കാഫിറൂൻ എന്ന് പറയുന്നത് ഉലായിൽ കാഫിറൂൻ, അല്ലയോ കാഫിരീങ്ങളെ എന്ന് ഓതി വിട്ടിട്ട് ഓർക്ക് നേരെ പ്രസംഗിക്കാൻ മാത്രമല്ല, പിന്നെ അത് ആർക്ക് നേരെയാണ്? ഈ ഇരിക്കുന്ന നമ്മൾ ഓരോരുത്തർക്കും നേരെയാണ് ഈ സൂറത്തിന്റെ ഓരോ ആയത്തുകളും വിരൽ ചൂണ്ടുന്നത്. അതുകൊണ്ട് ഇത് ദുനിയാവിൽ അവർ അനുഭവിക്കുന്ന അവസ്ഥകളാണെങ്കിൽ കുഫറിന്റെ ആളുകൾ ഇനി നാളെ ആഖിറത്തിലേക്ക് എത്തുമ്പോൾ, അവർ മരിക്കുന്ന നേരത്ത് നാളെ പടച്ചവന്റെ മുമ്പിൽ എത്തിക്കുമ്പോൾ അവർ കുടുങ്ങുന്ന ആ ഭയാനകരമായ അവസ്ഥകളെ പറ്റി പരിശുദ്ധ ഖുർആനിൽ ഇനിയും ഒരുപാട് ആയത്തുകൾ
ഏറ്റവും വിശാലമായ നിലയിൽ അള്ളാഹു നമുക്ക് പറഞ്ഞു മനസ്സിലാക്കി തരുന്നുണ്ട്. അതിനെ സംബന്ധിച്ചിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ആഴ്ച പറയാം. അള്ളാഹു സുബ്ഹാനഹു തആല കാര്യങ്ങൾ നല്ല നിലയിൽ മനസ്സിലാക്കാനും അള്ളാഹുവിനെ ശരിയായ നിലയിൽ തിരിച്ചറിയാനും ശരിയായ ഈമാനിലും ഇസ്ലാമിലും തൗഹീദിലും ഉറച്ചു നിൽക്കാനും നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد وبارك وسلم عليه. اللهم اجعل جمعنا هذا جمعا مرحوما وتفرقنا من بعده تفرقا معصوما ولا تجعل فينا ولا معنا ولا منا شقيا ولا مطرودا ولا محروما. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. اللهم حبب إلينا الإيمان وزينه في قلوبنا وكره إلينا الكفر والفسوق والعصيان. اللهم اجعلنا من الراشدين. اللهم اجعلنا من المهديين. اللهم اجعلنا من عبادك الصالحين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. يا الله പടച്ചോനെ കരുണയുള്ള അല്ലാഹുവേ റഹ്മാനുറഹീമായ പടച്ചോനെ ഞങ്ങൾ നിന്റെ സാധുക്കളായ അടിമകളാണ് പടച്ചോനെ. ഞങ്ങൾ പാവങ്ങളാണ് പടച്ചോനെ. ഞങ്ങൾ പാപികളാണല്ലാ. ഞങ്ങൾക്ക് നീ പുറത്തു തരണേ അല്ലാ. ഞങ്ങൾക്ക് നീ മാപ്പാക്കിത്താ അല്ലാ. ഞങ്ങളോട് വിട്ടുവീഴ്ച ചെയ്യണേ അല്ലാ. ഞങ്ങളോട് കരുണ കാണിക്കണേ അല്ലാ. ഞങ്ങളോട് സ്നേഹം കാണിക്കണേ അല്ലാ. നിന്റെ റഹ്മത്തിലേക്ക് ഞങ്ങളെ നീ ചേർത്തി പിടിക്കണേ അല്ലാ. നീ ഞങ്ങളെ ഒഴിവാക്കിയാൽ ഞങ്ങളെ സ്വീകരിക്കാൻ ഞങ്ങൾക്ക് വേറൊരു ഇലാഹില്ല പടച്ചോനെ. അല്ലാഹു ഞങ്ങളെ നീ ഖബൂലാക്കണേ പടച്ചോനെ. ഞങ്ങളെ നീ സ്വീകരിക്കണേ അല്ലാ. നിന്റെ റഹ്മത്തിനെ ഞങ്ങൾ ചോദിക്കുന്നു പടച്ചോനെ. അല്ലാനുള്ള അർഹതയും യോഗ്യതയൊന്നും ഞങ്ങൾക്കില്ല പടച്ചോനെ. പക്ഷെ നിന്റെ കരുണ അതിവിശാലമാണല്ലോ. ഞങ്ങൾക്ക് നിന്റെ കരുണ തന്ന് അനുഗ്രഹിക്കണേ അല്ലാ. ഞങ്ങളെ നീ അനുഗ്രഹിക്കണേ അല്ലാ. ഞങ്ങളുടെ ഈ ദീനിയായ സദസ്സിനെ നീ ഖബൂലാക്കണേ അല്ലാ. ഇവിടെ ഞങ്ങൾ പറഞ്ഞതും കേട്ടതൊക്കെ സ്വാലിഹായ മഖബൂലായ അമലായി ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണേ പടച്ചോനെ. അല്ലാഹു ഇഖ്ലാസോടുകൂടി ഈ സദസ്സിനെ ഞങ്ങളിൽ നിന്ന് ഖബൂലാക്കണേ അല്ലാ. ഞങ്ങൾ പറഞ്ഞതിലും ഓതിയതിലും കേട്ടതിലൊക്കെ ഞങ്ങൾക്ക് പരിപൂർണമായ ഇഖ്ലാസ് നൽകണേ പടച്ചോനെ. ഇഖ്ലാസില്ലാത്തൊരു അമലും ഞങ്ങളിൽ നിന്ന് ഉണ്ടാക്കില്ലേ പടച്ചോനെ. ഇഖ്ലാസില്ലാത്ത അമലുകൾ ഉണ്ടായാൽ ഞങ്ങളുടെ ദുനിയാവും ആഖിറവും നഷ്ടപ്പെടും പടച്ചോനെ. ഞങ്ങൾക്ക് പരിപൂർണമായ ഇഖ്ലാസ് താ അല്ലാ. അല്ലാഹുവേ ഈ സദസ്സ് കാരണമായി ഞങ്ങൾക്ക് ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ച പിഴവുകൾ മാപ്പാക്കി തരണേ അല്ലാ. ഞങ്ങൾക്ക് നീ പുറത്തു തരണേ അല്ലാ. ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് പുറത്തു കൊടുക്കണേ പടച്ചോനെ. അവർ സാധുക്കളാണ് പടച്ചോനെ. അവർ പാവങ്ങളാണല്ലോ. അവർ സാധുക്കളാണല്ലോ. അവരിൽ പലരും രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നുണ്ട് പടച്ചോനെ. ആജിലായ മുസ്തമിറായ ഷിഫ നൽകണേ അല്ലാ. ആജിലായ മുസ്തമിറായ ഷിഫ നൽകണേ അല്ലാ. നിന്റെ താഴത്തിലായിട്ടുള്ള ദീർഘായുസും നിന്റെ താഴത്തിലായിട്ടുള്ള ആഫിയത്തോടു കൂടിയുള്ള നല്ല ജീവിതം അവർക്ക് കൊടുക്കണേ അല്ലാ. പടച്ചോനെ അവരിൽ നിന്ന് മരണപ്പെട്ടു പോയവർ ഒരുപാടുണ്ട് പടച്ചോനെ. അല്ലാഹു അവരുടെ ബർസഖിയായ ജീവിതം അവർക്ക് റാഹത്തിലാക്കി കൊടുക്കണേ അല്ലാ. അവർക്ക് നീ അവരുടെ ബർസഖിയായ ഒറ്റക്കുള്ള ജീവിതത്തിൽ ഏറ്റവും നല്ല കൂട്ടാകണേ പടച്ചോനെ. അവർക്ക് മഗ്ഫിറത്തും മർഹമത്തും കൊടുക്കണേ അല്ലാ. ഞങ്ങളുടെ ഭാര്യമാരെ, ഞങ്ങളുടെ മക്കളെ, ഞങ്ങളുടെ കുടുംബങ്ങളെ എല്ലാവരെയും നീ കബൂലാക്കണേ പടച്ചോനെ. ഞങ്ങളുടെ ഭാര്യമാരിൽ ഞങ്ങൾക്ക് സന്തോഷം കൊണ്ട പടച്ചോനെ. ഞങ്ങളുടെ കുടുംബജീവിതങ്ങളിൽ ഞങ്ങൾക്ക് റാഹത്ത് കൊണ്ടല്ലാ. ഞങ്ങളുടെ മക്കളിൽ ഞങ്ങൾക്ക് കൺകുളിർമ തരണേ പടച്ചോനെ. അല്ലാഹുവേ എല്ലാവിധ മലാലത്തിന്റെ വഴികളിൽ നിന്നും ഞങ്ങളെ മക്കളെ നീ കാക്കണേ അല്ലാ. പടച്ചോനെ ഒന്നും ഞങ്ങളുടെ കൈകളിലല്ലല്ലോ പടച്ചോനെ. ഞങ്ങൾക്ക് നിയന്ത്രിക്കാൻ കഴിയുന്ന അവസ്ഥയിലല്ലല്ലോ പടച്ചോനെ. എല്ലാം നിയന്ത്രിക്കുന്നവനും എല്ലാം തീരുമാനിക്കുന്നവനും നീയാണ് പടച്ചോനെ. അല്ലാഹു ഞങ്ങളുടെ മക്കളുടെ കാര്യത്തിൽ ഞങ്ങൾക്ക് സ്വസ്ഥതയും സമാധാനം തരണേ അല്ലാ. അവർക്ക് കിട്ടേണ്ട ഏറ്റവും നല്ല തർബിയത്തും തസ്കിയത്തും നീ തന്നെ കൊടുക്കണേ പടച്ചോനെ. അല്ലാഹു ഞങ്ങൾക്ക് ഞങ്ങളുടെ കുടുംബജീവിതങ്ങളിൽ ഭദ്രത തരണേ പടച്ചോനെ. അല്ലാഹു എല്ലാവിധ ഹറാമുകളിൽ നിന്നും എല്ലാവിധ ഫസാദുകളിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെ നീ രക്ഷപ്പെടുത്തണേ അല്ലാ. ഞങ്ങളുടെ സഹോദരി സഹോദരങ്ങളെ, ഞങ്ങളുടെ മറ്റു കുടുംബങ്ങളെ എല്ലാവരും നീ കാക്കണേ പടച്ചോനെ. എല്ലാവരും നീ കബൂലാക്കണേ അല്ലാ. എല്ലാവർക്കും ഈമാനും ഹിദായത്തും കൊണ്ട പടച്ചോനെ. അല്ലാഹുവെ എല്ലാവരിലും നീ ദീനെത്തിക്കണേ അല്ലാ. പടച്ചോനെ നിന്നെ പേടിച്ച് ആഖിറത്തെ പേടിച്ച് ജീവിക്കാൻ തൗഫീഖ് നൽകണേ അല്ലാ.
അള്ളാഹുവേ ഞങ്ങളുടെ അയൽവാസികളെ, ഞങ്ങളുമായി ബന്ധപ്പെട്ട ഞങ്ങളുടെ കൂട്ടുകാരെ, സുഹൃത്തുക്കളെ, അള്ളാഹുവേ ഞങ്ങളുടെ നാട്ടുകാരെ എല്ലാവരും നീ കബൂലാക്കണേ പടച്ചോനെ. എല്ലാവർക്കും എല്ലാവിധ ഹൈറിന്റെ വാതിലുകളും നീ തുറന്നു കൊടുക്കണേ പടച്ചോനെ. അള്ളാഹു ഈ നാടിനെ നീ കബൂലാക്കണേ അല്ലാ. ഈ പള്ളിയെ നീ കബൂലാക്കണേ പടച്ചോനെ. ഈ പള്ളിയുമായി ബന്ധപ്പെട്ടവരെ നീ കബൂലാക്കണേ അല്ലാ. അള്ളാഹുവേ നിന്റെ പരിശുദ്ധ ഖുർആനിന്റെ സദസ്സിൽ ഒരുമിച്ചുകൂടി ഈ സാധുക്കളായ ഞങ്ങളെല്ലാവരെയും നീ കബൂലാക്കണേ അല്ലാ. ആരെയും നീ പാഴാക്കല്ലേ പടച്ചോനെ. നിന്റെ ദീനിന്റെ ഏറ്റവും വലിയ മർക്കസായി, ഹിദായത്തിന്റെ മർക്കസായി ഈ പള്ളിയെ നീ കബൂലാക്കണേ അല്ലാ. അള്ളാഹു ഈ പള്ളിയെ സ്നേഹിക്കാനും ഇഷ്ടപ്പെടാനും ഈ പള്ളിയുടെ ഖിദ്മത്തിലായി സമയങ്ങൾ ചെലവാക്കാനും ഇരിക്കുന്ന ഞങ്ങൾക്കെല്ലാവർക്കും തൗഫീഖ് നൽകണേ അല്ലാ. ഇവിടെ കൂടി എല്ലാവർക്കും നീ മഗ്ഫിറത്തും മർഹമത്തും തരണേ പടച്ചോനെ. അള്ളാഹുവേ ലോക മുസ്ലിമുകൾക്ക് മുഴുവൻ നീ ഹിദായത്തിന് നസീബാക്കണേ അല്ലാ. മുസ്ലിം ഉമ്മത്തിന്റെ അവസ്ഥകൾ നന്നാക്കണേ പടച്ചോനെ. ഹിദായത്ത് നൽകണേ പടച്ചോനെ. അള്ളാഹു മുസ്ലിം ഉമ്മത്തിന്റെ അവസ്ഥകൾ പല കാര്യങ്ങളിലും പരിതാപകരമാണ് പടച്ചോനെ. അള്ളാഹുവെ പല രീതിയിലും പല പ്രതിസന്ധികളിലും ബുദ്ധിമുട്ടുകളിലും കഴിയുന്ന ഞങ്ങളെ സഹോദരങ്ങൾ ഒരുപാടുണ്ട് പടച്ചോനെ. ഇല്ലാത്ത കാരണങ്ങളും അന്യായങ്ങളും പറഞ്ഞ് ജയിലടക്കപ്പെട്ട ഞങ്ങളുടെ ഒരുപാട് സഹോദരങ്ങൾ പടച്ചോനെ നരകയാതന അനുഭവിക്കുന്നുണ്ട് പടച്ചോനെ. അള്ളാഹുവെ അവര് പടച്ചോനെ ബുദ്ധിമുട്ടുകളിലും പ്രയാസങ്ങളിലും മുങ്ങിപ്പൊട്ടിക്കഴിയുമ്പോൾ ഞങ്ങൾക്ക് സ്വസ്ഥമായി സന്തോഷത്തോടുകൂടി ജീവിക്കാൻ കഴിയില്ല പടച്ചോനെ. അള്ളാഹു ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് മോചനം നൽകണേ അല്ലാ. മുസ്ലിം ഉമ്മത്തിനെ നീ കബൂലാക്കണേ പടച്ചോനെ. അള്ളാഹു മുസ്ലിം ഉമ്മത്തിന്റെ ഇസ്സത്തിനെ മടക്കിത്തരണേ അല്ലാ. മുസ്ലിം ഉമ്മത്തിനെ ഏറ്റവും ഉയർന്ന സ്ഥാനത്ത് നീ എത്തിക്കണേ അല്ലാ. ലോകത്തിന്റെ ഇമാമായി എന്നും ഈ മുസ്ലിം ഉമ്മത്തിനെ നീ നിർത്തണേ പടച്ചോനെ. അള്ളാഹുവെ എല്ലാവിധ ഖൈറുകളും നിന്നോട് ചോദിക്കുന്നു അല്ലാ. ഞങ്ങളിൽ ഒരുപാട് ആളുകൾ പല പ്രയാസങ്ങളിലും ബുദ്ധിമുട്ടുകളിലും കഴിയുന്നവരുണ്ട് പടച്ചോനെ. രോഗികൾ ഒരുപാടുണ്ട് പടച്ചോനെ. പേരുള്ളതും ഇല്ലാത്തതും കാരണങ്ങളുള്ളതും ഇല്ലാത്തതുമായ ഒരുപാട് രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് അല്ലാ. എല്ലാവർക്കും ആജിലായ മുസ്തമിറായ ഷിഫ നൽകണേ പടച്ചോനെ. സാമ്പത്തികമായ പ്രയാസങ്ങളിലും ബുദ്ധിമുട്ടുകളിലും കഴിയുന്നവർ അള്ളാഹുവെ കടഭാരം കൊണ്ട് താങ്ങാൻ കഴിയാതെ പ്രയാസപ്പെട്ട് ജീവിക്കുന്ന സാധുക്കൾ അള്ളാഹു ഞങ്ങളുടെ കൂട്ടത്തിൽ തന്നെ ഉണ്ട് പടച്ചോനെ. അള്ളാഹു പുറത്ത് ജീവിക്കുന്ന കുറേ സാധുക്കളുണ്ട് പടച്ചോനെ. അള്ളാഹു എല്ലാവരുടെ കടങ്ങളും വീട്ടാനുള്ള ഹൈറായ വഴികൾ നീ തുറന്നു തരണേ പടച്ചോനെ. എല്ലാവർക്കും ഹലാലായ റിസ്കിന്റെ വഴികൾ തുറന്നു തരണേ പടച്ചോനെ. അള്ളാഹു വീടുകളില്ലാതെ ബുദ്ധിമുട്ടി പ്രയാസപ്പെട്ട് കഴിയുന്നവരുണ്ട് പടച്ചോനെ. അള്ളാഹുവെ വീടുകളില്ലാത്തവർക്ക് വീട് നൽകണേ അല്ലാ. സമാധാനത്തിന്റെ സന്തോഷത്തിന്റെ വീടുകൾ നൽകണേ പടച്ചോനെ. എല്ലാവർക്കും സാമ്പത്തിക അഭിവൃദ്ധിയും അള്ളാഹുവെ സാമ്പത്തികമായ കെട്ടുറപ്പും നൽകണേ പടച്ചോനെ. അള്ളാഹുവെ നിന്നോട് അലങ്കാരങ്ങളും ആഡംബരങ്ങളും ഞങ്ങൾ ചോദിക്കുന്നില്ല പടച്ചോനെ. അള്ളാഹുവെ ആവശ്യങ്ങളും അത്യാവശ്യങ്ങളും നീ ഞങ്ങൾക്ക് പൂർത്തിയാക്കി തരണേ അല്ലാ. അള്ളാഹുവെ ഞങ്ങളിൽ മക്കളില്ലാതെ ദുഃഖിച്ചു കഴിയുന്ന ഒരുപാട് സാധുക്കളുണ്ട് പടച്ചോനെ. അള്ളാഹുവെ മക്കളുടെ കാര്യം തീരുമാനിക്കുന്നവൻ നീയാണ് പടച്ചോനെ. കൊടുക്കുന്നതും കൊടുക്കാതിരിക്കുന്നതും നിന്റെ തീരുമാനമാണല്ലോ. അള്ളാഹുവെ മക്കളില്ലാതെ സങ്കടപ്പെട്ട് കഴിയുന്നവർക്ക് മക്കളെ കൊടുക്കണേ പടച്ചോനെ. അള്ളാഹുവെ കിട്ടിയ മക്കളെ നീ സാലിഹ്യങ്ങളാക്കണേ അല്ലാ. അള്ളാഹുവെ ഞങ്ങളിൽ വിവാഹപ്രായമെത്തിയ യുവതി യുവാക്കളുണ്ട് പടച്ചോനെ. എല്ലാവർക്കും യോജിച്ച ഇണകളെ നൽകി ഹൈറായ ദീനിയായ കുടുംബജീവിതത്തിന് നീ തൗഫീഖ് നസീബാക്കണേ അല്ലാ. അള്ളാഹുവേ ഞങ്ങളുടെ മരണം ഏറ്റവും നല്ല നിലയിലാക്കണേ അല്ലാ. ഞങ്ങളുടെ ബർസഖിയായ ജീവിതം റാഹത്തിലാക്കി തരണേ അല്ലാ. ഞങ്ങൾ ഒറ്റക്ക് കുടുങ്ങുന്ന ആ ബർസഖിന്റെ ലോകത്ത്, ആഖിറത്തിന്റെ ലോകത്ത് ഒരിക്കലും ഞങ്ങൾ നീ ഒറ്റക്കാക്കല്ലേ പടച്ചോനെ. നീ ഞങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് മറ്റൊന്നിനെയും പേടിക്കണ്ടല്ലോ. അള്ളാഹുവേ ഞങ്ങൾ നീ ഒറ്റക്കാക്കരുതേ പടച്ചോനെ. നിന്റെ സ്വർഗം ഞങ്ങൾ ചോദിക്കുന്നു അല്ലാ. നിന്റെ നരകത്തിൽ നിന്ന് ഞങ്ങൾ കാവലിനെ തേടുന്നു പടച്ചോനെ. അള്ളാഹു നിന്റെ പ്രിയപ്പെട്ട ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം സ്വർഗത്തിൽ സന്തോഷത്തോടുകൂടി റാഹത്തോടുകൂടി ആനന്ദിച്ച് കഴിയാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് എല്ലാവർക്കും നീ നൽകണേ അല്ലാ. അള്ളാഹുവെ ഞങ്ങളുടെ എല്ലാ അമലുകളിലും ഞങ്ങൾക്ക് പരിപൂർണ്ണ ഇഖ്ലാസ് തരണേ പടച്ചോനെ. അള്ളാഹുവെ ശൈത്താനിയത്തിന്റെ ഫിത്നകളിൽ നിന്നും ഫസാദുകളിൽ നിന്നും ഞങ്ങൾ നീ കാക്കണേ പടച്ചോനെ. എല്ലാവിധ ഖൈറുകളും നിന്നോട് ചോദിക്കുന്നു പടച്ചോനെ. എല്ലാവിധ ഷർറുകളിൽ നിന്നും നിന്നോട് കാവലിനെ തേടുന്നു പടച്ചോനെ. اللهم لا تردنا خائبين بسبب ذنوبنا يا أرحم الراحمين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا